ഒരു സിറ്റുവേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് വിത്ത് ബെനിഫിറ്റ്, ബെസ്റ്റി, ഇനിയുണ്ട്, ഐറ്റംസ് കുറെ ഉണ്ട്. എന്താന്ന് മനസ്സിലായോ? നമ്മൾ അവിഹിതത്തിന് ഇട്ടേക്കണ ഫ്രീക്ക് പേരാണ് ഏത് ഈ പറഞ്ഞതൊക്കെ. എന്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന അവിശ്വസ്തതയ്ക്ക് ഇട്ടേക്കണ പേരാണെന്ത്? ബെസ്റ്റി. ഭർത്താവിനോളം സ്ഥാനമുള്ള ആരും ഭൂമിയിൽ വേറെ ഇല്ല. നിന്റെ ഭാര്യയോളം നിനക്ക് സ്ഥാനം കൊടുക്കാവുന്ന ഒരു സ്ത്രീ ഭൂമിയിൽ വേറെ ആരും ഇല്ല. എന്തായെന്നറിയോ? മക്കളെ പന്നിയെ പോലെയല്ല വളർത്തേണ്ടത്, ദൈവം ആഗ്രഹിച്ചത് പോലെ മനുഷ്യ കുഞ്ഞുങ്ങളാക്കി വളർത്തണം കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയില്ല നമ്മളതൊക്കെ തള്ളി അങ്ങോട്ട് ഓർക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയില്ലേ, നിങ്ങൾക്ക് ആവശ്യത്തിന് ഓർത്താൽ മതി. പ്രശ്നം വന്നു, ബുദ്ധിമുട്ട് വന്നു, എന്നാ പിന്നെ ഈ പരിപാടി നിർത്തി വേറെ ചില പരിപാടികളുണ്ട്. കുർബാനയും ചൊല്ലി കൊന്തയും ചൊല്ലി ഒരു മെച്ചമില്ല, നോവേന ചൊല്ലിയിട്ട് കിട്ടണില്ല. ഗീവർഗീസ്കാരെ വിളിച്ചു, പത്രോസിനെ വിളിച്ചു, പൗലോസിനെ വിളിച്ചു, യൂദാശ്രീയെ വിളിച്ചു, കിട്ടാവുന്ന സകല പുണ്യാളന്മാരെ വിളിച്ചു. ഒരു രക്ഷയില്ല, ഒരു മാറ്റമില്ലെന്നേ. കുടി കൂടിക്കൊണ്ടിരിക്കുക, കടം കൂടിക്കൊണ്ടിരിക്കുക, സമാധാനമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു ചേട്ടനുണ്ട്, ഊതിക്കെട്ടും, ജപിച്ചു കെട്ടും, വലിച്ചു കെട്ടും, നീട്ടിക്കെട്ടും, അവസാനം തമ്പുരാൻ എന്ത് ചെയ്യും? ചുരുട്ടിക്കെട്ടും. അപ്പൊ ഈ ദൈവം പറഞ്ഞിടം, ദൈവം തയ്യാറാക്കിയ ഇടം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മള് നിസ്സാരമായി കാണുന്ന അതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചു ചേർക്കുന്നത്. അത് ഉൽപ്പത്തിയുടെ 12-ാം അധ്യായം 8-ാം വാക്യം എത്തുമ്പോൾ പറയും, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരിടം. അത് 12:1 എത്തുമ്പോൾ കർത്താവ് പറയും, ഞാനൊരു സ്ഥലം കാണിച്ചു തരും, അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു ഇടം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്, അവിടെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. ഇനി അത് വേറെ ആരും എടുക്കണ്ട. അബ്രഹാം ആകുന്നതിന് മുമ്പുള്ള അബ്രാത്തെ പിടിക്കുക. അബ്രഹാം പേര് വ്യത്യാസം മനസ്സിലായല്ലോ. ദൈവം ഒരുത്തനെ വിളിച്ച് വേർതിരിക്കുമ്പോ അവൻ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? നട്ടടത്തുനിന്ന് പറച്ചിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നേ ഞാൻ ഇവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് തഴച്ച് വളർന്ന് ഇവിടെ വെള്ളമുണ്ട്, വളമുണ്ട്, ഇവിടെ എൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട്, ഈ നാട് മുഴുവൻ എനിക്ക് വേണ്ടപ്പെട്ടതാ, അവിടെ ഞാൻ തഴച്ചു വളരുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോ നിങ്ങൾ അവിടെയല്ല ദൈവം നടാൻ ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾ പുഷ്ടിപ്പെടില്ല. അബ്രാഹത്തെ വിളിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, 12-ാം അധ്യായം 1 ഉൽപ്പത്തിയിൽ വരുമ്പോ പറയും, ഞാനൊരു ഇടം കാണിച്ചു തരാം, അവിടെ നിന്നെ ഞാൻ എന്ത് ചെയ്യും? എത്തിക്കും. അത് നിനക്ക് സ്വന്തമാക്കി തരും, നീ അവിടെ അനുഗ്രഹിക്കപ്പെടും. ഇനി താഴേക്ക് ഇങ്ങനെ പോകും തോറും 12-ലേക്കൊക്കെ എത്തുമ്പോ ബഥേലിലെ ഈ അബ്രാഹത്തെ കൊണ്ട് നിർത്തുക. 12-ാം അധ്യായം 8-ാം വാക്യത്തില് കർത്താവിന്റെ നാമം അവർ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഇടമാണ് അത് ബഥേല്. ഈ ബഥേല് തലയിൽ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി ചെല്ലുമ്പോ ലോത്തും അബ്രഹാം കൂട്ടാവും. ലോത്തും അബ്രഹാം കൂട്ടായിട്ട് ലോത്തിനോട് പറയും, ലോത്തെ നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ഇടയന്മാര് തമ്മിൽ വഴക്കുണ്ട്, എന്താ നിന്റെയാണ് എന്റെയാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കാ, ഇടിയ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇഷ്ടപ്പെട്ടോടത്ത് നീയാ പോകും. നമ്മുടെ ബുദ്ധിയാണ് ആർക്ക്? ലോത്തിന്. ലോത്ത് നോക്കി, അപ്പുറത്ത് നോക്കിയപ്പോ ജോർദാന്റെ സമതലം, ഇഷ്ടം പോലെ വെള്ളം. നമ്മളങ്ങനെയല്ലേ വീട് വാങ്ങുന്ന? വെള്ളം ഉണ്ടോ നോക്കും, വഴിയുണ്ടോ നോക്കും, കറണ്ട് ഉണ്ടോ നോക്കും, ഇനി മറച്ചു വിറ്റ കാശ് കിട്ടുമോ നോക്കും, പിന്നെ എന്തിട്ട് നോക്കുക, അയൽപ്പക്കക്കാരെ എങ്ങനത്തെയാ നോക്കും, പിന്നെ എന്തിട്ട് നോക്കാൻ പോണത്, സ്കൂളിലേക്ക് എന്തോരം ദൂരമുണ്ട്, ആശുപത്രിക്ക് എന്തോരം ദൂരമുണ്ട്, ഇനി പറ്റുന്ന കൊച്ചി മെട്രോ തൊട്ടപ്പുറത്തുണ്ടോ, പിന്നെ ഇനി എന്തിട്ട് നോക്കാൻ പോണേ, പള്ളി അടുത്തുണ്ടോ, അതൊക്കെ അവസാനത്തെ കഥയാ. ഇതൊക്കെ അടുത്തുണ്ടോ നോക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ഥലം വാങ്ങണേ. ക്രിസ്ത്യാനിക്ക് പറ്റുന്ന ആദ്യ മണ്ടത്തരം എവിടെയാ? ഈ സ്ഥലം ദൈവം എനിക്ക് അനുവദിച്ചതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വീടും വാങ്ങി കഴിഞ്ഞ് ബഹളമാ, ഇവിടെ ഒരു സുഖമില്ല അച്ഛാ, ഇതൊക്കെ ഇല്ലല്ലോ, പിന്നെ എന്താ സുഖക്കുറവ്? ദൈവം അനുവദിക്കാത്തിടങ്ങളിൽ, ഞാൻ ഈ വീടിനെ കുറിച്ചല്ല പറഞ്ഞു വരണേ കേട്ടോ, ഇത് അവസാനം മനസ്സിലാവും. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഈ ആയുസ്സില് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ബലിപീഠത്തില് നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കെ അതിനൊറ്റ വഴിയുള്ള എന്താ വഴി? ആർക്കായി? ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോർ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം എന്തെന്നാ, ദേവാലയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരം, അതിന്റെ സ്ട്രക്ചറൊക്കെ അങ്ങനെയാ. അവന്റെ ദേവാലയം പണിയുക എന്നുള്ളത് അവന്റെ ശരീരത്തെ പടുത്തുയർത്തുക ചെയ്യുന്നത്. അതും പറഞ്ഞാണ് അവിടെ പ്രാർത്ഥിക്കണേ. ഈ ബലിപീഠത്തിന്റെ നിർമ്മിതിയിൽ ആരൊക്കെ പങ്കാളികളായോ, അതായത് ഇവിടെ വന്നിട്ട് ഒരു കല്ലെടുത്ത് മാറ്റിയവനെ എതിര് പങ്കാളിയാ,
ഈ ബലിപീഠത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ്. അവന് വേണ്ടി ബലിയർപ്പിക്കാൻ ഒരു ഇടയൊരുക്കി. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 5 ആളെ 10 ആളെ കണ്ടിട്ട് പേടിക്കണ്ട. കാരണം എന്താ? ദൈവം എണ്ണത്തിലോ വണ്ണത്തിലോ കാര്യം കണ്ടിട്ടില്ല എന്ന് വരെ. ദൈവം കണ്ടത് മുഴുവൻ അവനോട് പ്രതികരിക്കുന്നവരെ, ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവരെ മതി കർത്താവിന്. അതുകൊണ്ട് ഇനിയൊരു കാലഘട്ടത്തിലെ എണ്ണത്തിലും വണ്ണത്തിലും ഒന്നും വലിയ കാര്യമില്ല. ഞങ്ങൾ 1000 വീടുണ്ട്, എന്നിട്ട് എന്താ കാര്യം? അല്ലെ 50,000 ജനമുണ്ട്, എന്ത് ഉപകാരം? പ്രാർത്ഥിക്കുന്ന 10 എണ്ണം മതി. പ്രാർത്ഥിക്കുന്ന 10 എണ്ണം ഇടവക മാറും, സഭ മാറും. അപ്പം അതുകൊണ്ട് അങ്ങനൊരു വലിയ സമൂഹത്തെ ദൈവോട് ഉയർത്തും. നിങ്ങൾ പേടിക്കണ്ട. ഈ ദേവാലയം നിറഞ്ഞു കവിയാനായിട്ട് ദൈവം ഇടയാക്കും. അത് ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് ദൈവം വിളിച്ചു ചേർക്കുന്നതിന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ ആലയത്തെ കുറിച്ച് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആലയമല്ല, കർത്താവിൻ്റെ ആലയത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയുടെ, പ്രത്യേകിച്ച് സഭയൊക്കെ ഇങ്ങനെ മാന്തി കീറിയിട്ടിരിക്കുന്ന സമയമാണ്. അതിന് കുറെ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മാന്തി കീറിയിട്ടിരിക്കുന്നത്. എന്തിനാണ് സഭയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യേണ്ടത്? അതിന് കുറെ കാരണങ്ങളുണ്ട്. അതില് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ബൈബിളിന്റെ തുടക്കം തൊട്ട് പരിശോധിക്കുമ്പോൾ അറിയാം, ദൈവം ഇടങ്ങളെ, സ്ഥലങ്ങളിലാണ് ഒരു വ്യക്തിക്ക് രക്ഷ ഒരുക്കിയിരിക്കുന്നത്. ബൈബിൾ തുടക്കം മുതല് ദൈവം ഒരുക്കിയ ഒരു ഇടത്തിലാണ് ഒരാൾക്ക് ദൈവം രക്ഷ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആരംഭിക്കുന്നത്. അവിടെയാണ് അഭിഷേകം ഉള്ളത്. നമ്മള് കുരിശിന്റെ മുകളിൽ എന്തെന്ന് എഴുതി വെച്ചേക്കണേ? 4 അക്ഷരങ്ങൾ ഏതൊക്കെയാ? INRI. ഫുൾ ഫോം എന്തെന്നാ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫുൾ ഫോം കിട്ടില്ല. കാരണം എന്താ? അത് ലത്തീൻ ഭാഷയിലാണ് INRI എന്ന് എഴുതി വെച്ചേക്കണേ. ഈസുസ് നസ്രായനുസ് റെക്സ് യൂദയോരും. യൂദയോരും ജയല്ല, I ആണ് കേട്ടോ. അതുകൊണ്ടാണ് INRI. ലത്തീനിലെ ജയ ഇല്ല, പകരം I ആണ് ഉപയോഗിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. എന്തിനാ അങ്ങനെ ഒരു നാമം കർത്താവിന് കൊടുത്തിരിക്കുന്നത്? ദൈവം ചില ഇടങ്ങളിലേക്ക് തൻ്റെ രക്ഷയെ ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അത് ബൈബിളിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഒരു രക്ഷയുടെ സ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട്. ഞാൻ ഈ തിരുവചനത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ചിന്ത വന്നത്, ഒരുപാട് ഇടങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടും ഈ നോഹയുടെ പേടകം അല്ലെങ്കിൽ പെട്ടകം പോയി ഉറച്ചത് എവിടെയാ? അറാറാത്ത് പർവ്വതത്തിലാണ്. ഈ അറാറാത്ത് പർവ്വതത്തിലാണ് നോഹ ബലിയർപ്പിക്കുന്നത്, ദൈവത്തിന് ബലിയർപ്പിക്കുന്നത്. ഇനി അവിടെ നിന്ന് താഴേക്ക് വരുമ്പോ, അബ്രഹാത്തിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ, അബ്രഹാത്തെ ദൈവം വിളിക്കുന്ന എന്തും പറഞ്ഞിട്ടാ? ഞാൻ പറയുന്നിടത്തേക്ക് നീ പോണം. അപ്പൊ ഈ ദൈവം പറഞ്ഞിടം, ദൈവം തയ്യാറാക്കിയ ഇടം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മള് നിസ്സാരമായി കാണുന്ന അതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചു ചേർക്കുന്നത്. അത് ഉൽപ്പത്തിയുടെ 12-ാം അധ്യായം 8-ാം വാക്യം എത്തുമ്പോൾ പറയും, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരിടം. അത് 12:1 എത്തുമ്പോൾ കർത്താവ് പറയും, ഞാനൊരു സ്ഥലം കാണിച്ചു തരും, അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു ഇടം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്, അവിടെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. ഇനി അത് വേറെ ആരും എടുക്കണ്ട. അബ്രഹാം ആകുന്നതിന് മുമ്പുള്ള അബ്രാത്തെ പിടിക്കുക. അബ്രഹാം പേര് വ്യത്യാസം മനസ്സിലായല്ലോ. ദൈവം ഒരുത്തനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? നട്ടടത്തുനിന്ന് പറച്ചിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നേ ഞാൻ ഇവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് തഴച്ച് വളർന്ന്, ഇവിടെ വെള്ളമുണ്ട്, വളമുണ്ട്, ഇവിടെ എന്റെ വേണ്ടപ്പെട്ടവരുണ്ട്, ഈ നാട് മുഴുവൻ എനിക്ക് വേണ്ടപ്പെട്ടതാ, അവിടെ ഞാൻ തഴച്ചു വളരുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോ, നിങ്ങൾ അവിടെയല്ല ദൈവം നടാൻ ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾ പുഷ്ടിപ്പെടില്ല. അബ്രാഹത്തെ വിളിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, 12-ാം അധ്യായം 1 ഉൽപ്പത്തിയിൽ വരുമ്പോ പറയും, ഞാനൊരു ഇടം കാണിച്ചു തരാം, അവിടെ നിന്നെ ഞാൻ എന്ത് ചെയ്യും? എത്തിക്കും. അത് നിനക്ക് സ്വന്തമാക്കി തരും, നീ അവിടെ അനുഗ്രഹിക്കപ്പെടും. ഇനി താഴേക്ക് ഇങ്ങനെ പോകും തോറും 12-ലേക്കൊക്കെ എത്തുമ്പോ ബഥേലിലെ ഈ അബ്രാഹത്തെ കൊണ്ട് നിർത്തുക. 12-ാം അധ്യായം 8-ാം വാക്യത്തില് കർത്താവിന്റെ നാമം അവർ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഇടമാണ് അത് ബഥേല്. ഈ ബഥേല് തലയിൽ ഇരിക്കട്ടെ കേട്ടോ.
അങ്ങനെ കുറച്ചും കൂടി ചെല്ലുമ്പോൾ ലോത്തും അബ്രഹാം കൂട്ടാവും. ലോത്തും അബ്രഹാം കൂട്ടായിട്ട് ലോത്തിനോട് പറയും, ലോത്തെ നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ഇടയന്മാര് തമ്മിൽ വഴക്കുണ്ട്, എന്താ നിന്റെയാണ് എന്റെയാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കാ ഇടിയ. പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇഷ്ടപ്പെട്ടോടത്ത് നീയാ പോകും. നമ്മുടെ ബുദ്ധിയാണ് ആർക്ക്? ലോത്തിന്. ലോത്ത് നോക്കി, അപ്പുറത്ത് നോക്കിയപ്പോൾ ജോർദാന്റെ സമതലം, ഇഷ്ടം പോലെ വെള്ളം. നമ്മളങ്ങനെയല്ലേ വീട് വാങ്ങുന്ന? വെള്ളം ഉണ്ടോ നോക്കും, വഴിയുണ്ടോ നോക്കും, കറണ്ട് ഉണ്ടോ നോക്കും, ഇനി മറച്ചു വിറ്റ കാശ് കിട്ടുമോ നോക്കും, പിന്നെ എന്തിട്ട് നോക്കുക, അയൽപ്പക്കക്കാരെ എങ്ങനത്തെയാ നോക്കും, പിന്നെ എന്തിട്ട് നോക്കാൻ പോണത്, സ്കൂളിലേക്ക് എന്തോരം ദൂരമുണ്ട്, ആശുപത്രിക്ക് എന്തോരം ദൂരമുണ്ട്, ഇനി പറ്റുന്ന കൊച്ചി മെട്രോ തൊട്ടപ്പുറത്തുണ്ടോ, പിന്നെ ഇനി എന്തിട്ട് നോക്കാൻ പോണേ, പള്ളി അടുത്തുണ്ടോ, അതൊക്കെ അവസാനത്തെ കഥയാ. ഇതൊക്കെ അടുത്തുണ്ടോ നോക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ഥലം വാങ്ങണേ. ക്രിസ്ത്യാനിക്ക് പറ്റുന്ന ആദ്യ മണ്ടത്തരം എവിടെയാ? ഈ സ്ഥലം ദൈവം എനിക്ക് അനുവദിച്ചതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വീടും വാങ്ങി കഴിഞ്ഞ് ബഹളമാ. ഇവിടെ ഒരു സുഖമില്ല അച്ഛാ, ഇതൊക്കെ ഇല്ലല്ലോ, പിന്നെന്താ സുഖക്കുറവ്? ദൈവം അനുവദിക്കാത്തിടങ്ങളിൽ, ഞാൻ ഈ വീടിനെ കുറിച്ചല്ല പറഞ്ഞു വരണേ കേട്ടോ, ഇത് അവസാനം മനസ്സിലാവും. ദൈവം അനുവദിക്കാത്തിടങ്ങളിൽ നിന്റെ ജീവിതത്തിലെ സമാധാനം നീ ആസ്വദിക്കില്ല, സന്തോഷം നിന്റെ കൂടെ വരില്ല, അത് നിനക്ക് കൃപയായി മാറില്ല. സംഗതി കയ്യിലൊക്കെ ഇരിക്കും, പക്ഷെ കയ്യിലിരുന്ന് പൊള്ളും. എവിടെയാ നീ അനുഗ്രഹിക്കപ്പെടാൻ പോണേ? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ഇടങ്ങളിൽ മാത്രമേ നിനക്ക് അനുഗ്രഹമുള്ളൂ, കൃപയുള്ളൂ. ഇനി ഇതെവിടേക്ക് നേരെ ഉപയോഗിക്കണം? ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പലപ്പോഴും പറയുന്ന പരാതിയാണ്, ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കിട്ടിയാൽ ഏതിലാ? ജോലിയില്, പഠിപ്പില്. നമ്മൾ പരീക്ഷ ചെയ്യുമ്പോൾ പിള്ളേര് പറയുന്ന ആദ്യത്തെ ഡയലോഗാണ് എന്തെന്ന്, ഇത്തിരിയും കൂടി നന്നായിട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, മറ്റേ ചോദ്യം വന്നെങ്കിൽ ഞാൻ തകർത്തേനെ. ഗിരിയേട്ടൻ എന്താ വന്നെ? ഹിസ്റ്ററി പരീക്ഷ പോലെയാ. പഠിച്ചത് മുഴുവൻ അക്ബറിനെ കുറിച്ചും ഷാജഹാനെ കുറിച്ചൊക്കെയാ. ചോദിച്ചതോ ഇതൊന്നും ബന്ധമില്ലാത്ത ആ വഴിയിൽ കൂടെ പടം വരച്ചറിഞ്ഞിരുന്ന ഏതെങ്കിലും ഒരു ചേട്ടനെ കുറിച്ച്. കഴിഞ്ഞില്ലേ പണി? ഇതേപോലെയാ. നമ്മൾ പറയും ആ പാടത്തിൽ നിന്നാ വന്നെങ്കിൽ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ ഞാൻ തകർത്തേനെ. എന്നിട്ട് എന്തുണ്ടാവും? ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യം ചോദിച്ച് നമ്മളെ തോൽപ്പിക്കും. അങ്ങനെയാണ് ഹിസ്റ്ററി പരീക്ഷ സാധാരണ നടക്കാറ്. പലപ്പോഴും നമ്മുടെ പരാതികൾ ഇതാ. നമ്മൾ പറയണ എന്താ, മറ്റേ ആ ചേച്ചീനെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ജീവിതം അറിയാനെ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛാ ഒരുപാട് ചോയ്സ് വന്നതാ, അവസാനം ഈ ഇരിക്കുന്ന സാധനത്തിന്റെ തലയില് തീരാനായിരുന്നു വിധി. ഒരുപാട് ജോലികൾ വന്നതാ, ഇതെടുക്കാനായിരുന്നു എൻ്റെ തലവര. എത്ര പിള്ളേര് നല്ലതിനെ കിട്ടിയില്ലേ? ഉമ്മക്ക് കിട്ടിയതോ ഈ ഇരിക്കുന്ന 2 മുതലോളെ. നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം നമ്മളോട് പറയും, ഞാൻ വിടുന്നിടത്തും ഞാൻ ആഗ്രഹിക്കുന്നിടത്തും ഞാൻ നിനക്ക് വേണ്ടി വിഭാവനം ചെയ്തിടത്തും വ്യക്തികളിലും ജീവിതത്തിലും മാത്രമേ നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നുള്ളൂ? കൃപ നിറയാൻ പോകുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ എൻ്റെ ജീവിതത്തിലെ എന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു തിയോളജി ഉണ്ട്. അത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ, ഒരു ഇംഗ്ലീഷ് പുസ്തകത്തില്. അത് ഇത്രയുള്ള അതിന്റെ തുടക്കം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ മനസ്സിലേക്ക് എടുത്ത് ഇന്നും 5 കൊല്ലമായിട്ട് അച്ഛനായിട്ട്, അതിനു മുമ്പും സെമിനാരിയിൽ എൻ്റെ ദൈവശാസ്ത്ര പഠനത്തിന്റെ ആദ്യത്തെ കൊല്ലത്തിലാണ് ഞാനിത് വായിക്കുന്നത്. യാദൃച്ഛികമായിട്ട് വായിച്ചു പോയതാ. ഇംഗ്ലീഷ് പുസ്തകങ്ങളോട് പൊതുവെ നമുക്ക് ഇഷ്ടമില്ലല്ലോ, കാരണം നമ്മുടെ ഭാഷ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇങ്ങനെ മറച്ചു നോക്കിയപ്പോൾ കണ്ടപ്പോൾ അതങ്ങ് വായിച്ചു. അത് ഇത്രയുള്ള തുടങ്ങുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ സെല്ലിംഗ് ബട്ട് ദ സെൻഡിങ്. ഇത്രയുള്ള വാചകം. ഇറ്റ് ഈസ് നോട്ട് ദ സെല്ലിംഗ് ബട്ട് സെൻഡിങ്. വിറ്റതല്ല അയച്ചതാണ്. ഇത്രയുള്ള അതിന്റെ ഹെഡിങ്. മലയാളത്തിൽ പറഞ്ഞാൽ വിറ്റതല്ല അയച്ചതാണ്. അപ്പൊ എനിക്ക് അത്ഭുതമായി, എന്താ ഇതിനകത്ത് പറയണേന്ന് നോക്കണല്ലോ. അപ്പൊ അതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ആ കഥ ആരുടെയാണെന്നറിയോ? ആരുടെ ആയിരിക്കും? പഴയ നിയമത്തിലൊരു ഔസേപ്പ് ഇല്ലേ, പാവപ്പെട്ട പൂർവ്വ ജോസഫ്. ആ ജോസഫ്. അപ്പൊ ഞാൻ അങ്ങനെ വായിക്കാൻ തുടങ്ങി. എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കണേ? ഈ ജോസഫ് പാവമായിരുന്നു, അത് പാപം ചെയ്തു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നല്ലത് മാത്രം ചിന്തിച്ചോളൂ. അവന്റെ സ്വപ്നങ്ങൾ ഏതെങ്കിലും തെറ്റായിരുന്നോ? അല്ല. ദൈവം കാട്ടി കൊടുത്ത സ്വപ്ന. ഇത് വേറെ ആരോടാ പറയണ്ടേ? അപ്പനോടും അമ്മോടും സഹോദരങ്ങളോടും വേറെ ആരോടും പറയാൻ പറ്റൂ? ഇവിടെ പറയാൻ തുടങ്ങിയപ്പോൾ അവര് പറഞ്ഞു, വലിയ വായല് കുഞ്ഞവായല് എന്ത് വേണ്ട, വലിയ വർത്താനം പറയണ്ട. നിന്റെ ഡയലോഗൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം ചേട്ടന്മാരേന്ന് കിഴക്ക് കിട്ടി, അപ്പം മിണ്ടാതിരുന്നു.
അപ്പനോട് അമ്മോടും പറഞ്ഞപ്പോൾ അവിടെ നിന്നും കിഴുക്ക് കിട്ടി. അപ്പൊ പിന്നെ ആള് വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പോണ വഴിക്ക് അങ്ങ് പോയേക്കാം. പക്ഷെ ദൈവം അവനെ കുറിച്ചൊരു സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോ, ദൈവം അവനിതൊക്കെ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോ ഇവൻ ദൈവത്തിന് വേണ്ടി സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ജോസഫിനെ സ്വന്തം സഹോദരന്മാരെ വിശേഷം അറിയിക്കാൻ അപ്പം പറഞ്ഞയച്ചു. ചെന്നപ്പോ അവര് പറഞ്ഞു, ഇവൻ ഒറ്റ ഒരുത്തം കാരണം ആ കുടുംബത്തിൽ നമുക്ക് പേരില്ലാത്ത, അവൻ കുറെ നല്ലവൻ. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ അങ്ങനെയല്ലേ തകർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ. അവള് വലിയ പ്രാർത്ഥനക്കാരി വന്നേക്കുക, അപ്പൊ നമ്മളൊന്നും പ്രാർത്ഥിക്കുന്നില്ലേ? ആ പാവം സ്ത്രീ മുട്ടുകുത്തി കൊണ്ടെത്തിക്കുന്നതിന് 1000 കാരണമുണ്ട്. നമ്മൾ അങ്ങ് എന്ത് ചെയ്തു? തകർത്തു. ഇപ്പൊ ഇവിടെ പോലെ ഞാനും ഈ ടൈപ്പ്, അവളും ഈ ടൈപ്പ്. അപ്പൊ നമുക്ക് സമാധാനം ആവൂ, ആശ്വാസം. അവളുടെ പ്രാർത്ഥന തീരുമാനമായിരിക്കും. ഒരാൾ കുർബാനയ്ക്ക് ഇത്തിരി ഉറക്കം പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്ത് പറയും? പിന്നെ ഭക്ത വന്നേക്കുക. ഒരാളത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്കത് എന്താ? അഭിനയ. അവന്റെ ഉള്ളു നോവുന്നത് അവനെ അറിയുള്ളൂ. ഏതായാലും ജോസഫിനെ കണ്ടപ്പോ ദേഷ്യം കൂടി എടുത്തിട്ട് എന്ത് ചെയ്തു? എന്റെ വർത്താനം കുറച്ചാളെ ഞങ്ങൾ കാത്തിരിക്കാൻ നിന്നെ ഒന്ന് കയ്യെ കിട്ടാൻ എടുത്തിട്ട് അതിനെടുത്തിട്ട് പൊട്ടക്കിണറ്റിലിട്ടാണ്. എന്തിനാ? ചാവണം. അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവണം, പുറത്ത് വരരുത്. അവന്റെ സ്വപ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കും. ഈ ഉറപ്പിനെ പിടിച്ചകത്തേക്ക് ഇട്ടത്. പക്ഷെ അതിൽ ഒരുത്തിന് ഇത്തിരി മനസാക്ഷി ഉള്ളതുകൊണ്ട് വിചാരിച്ചു ഇവന്മാരൊക്കെ പോയി കഴിയുമ്പോൾ അതൊക്കെ കയറ്റി വല്ലോടത്തെയും, നമ്മൾ ഇവിടുന്ന് പണ്ട് ബോംബെക്ക് നാട് വിട്ടിരുന്നോണം, എവിടേക്കെങ്കിലും കയറ്റി വിട്ട് രക്ഷപ്പെടട്ടെ, കൊന്നു എന്നുള്ള തലവേദന വേണ്ടല്ലോ. അപ്പോഴേക്കും അടുത്തൊരു ബുദ്ധി വന്നു. വരണോ അടിമ കച്ചവടത്തിനെ പോകുന്നവര് ഈജിപ്തിലേക്ക്. നോക്കിയപ്പോ ഇതിന് ഇവിടെ ഇട്ടിട്ട് കൊന്നു കളഞ്ഞ എന്താ മെച്ചമുള്ളത്? ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വഴിക്ക് പൊറോട്ടയും ചിക്കനും കഴിക്കാനുള്ള കാശും കിട്ടും, നമ്മൾ കൊന്നു എന്നുള്ള ദുഷ്പേരും വേണ്ട. പെറുക്കി എടുത്തു, അവർക്ക് കൊടുത്തു. എത്ര വെള്ളി നാണയം കിട്ടിയെന്നാ പറഞ്ഞേ? 30. ആ സംഖ്യയൊക്കെ ഒന്ന് ഓർത്തിരിക്കണം നല്ല കേട്ടോ. ഇതെവിടെ ചെന്ന് മുട്ടും ഈ 30? നമ്മൾ വിചാരിച്ചേക്കണ ഇതൊക്കെ എങ്ങനെ ആദരിച്ച് പള്ളി പണിതു. ബോസച്ചൻ വന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി വിചാരിച്ചു പഴയ പള്ളി കൊള്ളില്ല. അല്ലെന്നേ, ദൈവം നിങ്ങൾക്ക് തരാനായി തയ്യാറാക്കിയത് നിങ്ങളുടെ തലമുറകളുടെ കരച്ചില്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉയർന്ന നിലവിളിക്ക് ദൈവം കൊടുത്ത ഉത്തരത്തിന്റെ പേരാ ഈ ദേവാലയം. അത് ബോസച്ചനുള്ള പൂർത്തീകരിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ജോസഫിന്റെ നിലവിളിക്ക് ഉത്തരം എന്ന് പറഞ്ഞോണം ജോസഫ് വിചാരിച്ചു. ചേട്ടന്മാരെടുത്തപ്പോ ജോസഫ് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? എന്റെ ചേട്ടന്മാരെ എന്നെ പേടിപ്പിച്ചതാ. ഇപ്പൊ നാട്ടിൽ കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്, പ്രാങ്ക് എന്തുണ്ടാ? പേടിപ്പിക്കാൻ. അപ്പൊ വിചാരിച്ചു വെറുതെ ചേട്ടന്മാരനെ ഒന്ന് പേടിപ്പിച്ചു നോക്കിയതാ, പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് കയറി വരുമ്പോ ചുരുട്ടി കൂട്ടിയിട്ട് എവിടേക്ക് ഇട്ട് കൊടുത്തു? അടിമ കച്ചവടക്കാർക്ക് ഇട്ട് കൊടുത്തു. കൊണ്ടക്കോ, നിങ്ങളും ഉണ്ട്, കൊണ്ടുപോ. അവന്റെ ഒരു കുറെ കച്ചവടം ഇപ്പൊ തീർന്നില്ലേ? അവസാനിച്ചു. ഇവനെ കൊണ്ടുപോയത് പൊത്തിഫറിന്റെ വീട്ടിലേക്കാണ്. പൊത്തിഫറിന്റെ വീട്ടിൽ നല്ല പണിക്കാരനാണ്. കാരണം എന്താ? അവൻ ചെന്നിടത്തൊക്കെ ദൈവം അവനെ അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം എന്തെന്നാ? അവൻ ചെന്നിടങ്ങളൊക്കെ ദൈവം അവന് വേണ്ടി ഒരുക്കിയ ഇടങ്ങളായിരുന്നു. നമ്മൾ ചെല്ലുന്നിടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാവണമെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഇടങ്ങളിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടൂ. ഞാൻ തിരഞ്ഞെടുക്കുന്നതോ എന്റെ ഇഷ്ടത്തിന് ചെന്ന് തരുന്ന ഇടങ്ങളൊന്നും എനിക്ക് എന്താവില്ല? അനുഗ്രഹത്തിന്റെ ഇടങ്ങളാവില്ല. അങ്ങനെ ജോസഫ് അവിടെ ചെന്നു. ജോസഫ് നന്നായി ജോലി ചെയ്യുന്നു. അയാൾക്ക് പൊത്തിഫറിനെ ഭയങ്കര ഇഷ്ടമായി. പൊത്തിഫർ അങ്ങനെ വീട്ടിലെല്ലാം അധികാരം കൊടുത്തു. അന്ന് അവന്റെ ഭാര്യയ്ക്ക് അവനോട് തോന്നിയ ശാരീരിക അഭിലാഷത്തിന് പറഞ്ഞു, കീഴ്പ്പെട്, കുഴപ്പമൊന്നുമില്ല, കോംപ്രമൈസ് ചെയ്യാനേ, പ്രശ്നമൊന്നുമില്ല, ആരും അറിയൊന്നുമില്ല, നീ എന്തിനു പേടിക്കണേ, ഞാൻ എൻ്റെ കൂടെ. ജോസഫ് പറഞ്ഞു, നിന്നെ ഒഴിച്ച് ബാക്കി എല്ലാതും എനിക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? പൊത്തിഫർ മുഖാന്തരം തന്നതാ. ഞാൻ ചെയ്യില്ല, പാപം ചെയ്യില്ല. ദൈവം ഇടുന്ന നിങ്ങളെ നട്ടു വളർത്താൻ ഉദ്ദേശിച്ച ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോ വേദന വരുന്നുണ്ടെങ്കില്, രോഗം വരുന്നുണ്ടെങ്കില്, കുടുംബത്തിൽ തകർച്ച വരുന്നുണ്ടെങ്കില്, ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ വിശ്വസ്തതയുടെ അളവ് പോലെ അളക്കാൻ തന്നെയാണ്. പ്രശ്നം വന്നു, ബുദ്ധിമുട്ട് വന്നു, എന്നാ പിന്നെ ഈ പരിപാടി നിർത്തി വേറെ ചില പരിപാടികളുണ്ട്. കുർബാനയും ചൊല്ലി കൊന്തയും ചൊല്ലി ഒരു മെച്ചമില്ല, നോവേന ചൊല്ലിയിട്ട് കിട്ടണില്ല. ഗീവർഗീസ്കാരെ വിളിച്ചു, പത്രോസിനെ വിളിച്ചു, പൗലോസിനെ വിളിച്ചു, യൂദാശ്രീയാനെ വിളിച്ചു, കിട്ടാവുന്ന സകല പുണ്യാളന്മാരെയും വിളിച്ചു. ഒരു രക്ഷയില്ല, ഒരു മാറ്റമില്ലെന്നേ. കുടി കൂടിക്കൊണ്ടിരിക്കുക, കടം കൂടിക്കൊണ്ടിരിക്കുക, സമാധാനമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു ചേട്ടനുണ്ട്, ഊതിക്കെട്ടും, ജപിച്ചു കെട്ടും, വലിച്ചു കെട്ടും, നീട്ടിക്കെട്ടും. അവസാനം തമ്പുരാൻ എന്ത് ചെയ്യും? ചുരുട്ടിക്കെട്ടും. എളുപ്പവഴിയാ. കാരണം എന്താ? ഇതിപ്പോ ഇവിടെ കുർബാന ചെല്ലണം. അപ്പൊ കർത്താവ് എന്താ പറയണേ? നിന്റെ കുരിശെടുത്തോ, പിന്നീട് ഞാൻ പിടിച്ചോളാന്ന്. അങ്ങേര് മര്യാദക്കാരനാണെങ്കിൽ എന്താ വേണ്ടേ? ഇവിടെ വെച്ചിട്ട് പൊക്കോളം പറയണ്ടേ? അങ്ങനെ ബൈബിള് പറഞ്ഞിട്ടില്ലേ?
എടുത്തോ, അറ്റത്ത് ഞാൻ പിടിക്കാനേ, നീ തന്നെ എടുക്കണ്ട, കൂട്ടത്തെ ഞാനുണ്ട്, പക്ഷെ കുരിശെടുത്തേ പറ്റുള്ളൂ. അടുത്ത എളുപ്പവഴി നോക്കി മാതാവിനോട് ചോദിച്ചു. ഒരു രക്ഷയില്ല. 8 നോമ്പും കഴിഞ്ഞു, പിറ്റത്തെ 8 നോമ്പും കഴിഞ്ഞു, 15 നോമ്പും കഴിഞ്ഞു, ഇനി കിട്ടാവുന്ന നോമ്പൊക്കെ കഴിഞ്ഞു, ഒരു മാറ്റവും ഇല്ല. ഒരു കുപ്പി കുടിച്ചിരുന്ന ചേട്ടൻ 2 കുപ്പിയിലേക്ക് എത്തിയേക്കുക. വീട്ടിൽ ഒരു മാറ്റവും ഇല്ലെന്ന്, എന്റെ കടത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോഴാണ് ഞാൻ അടുത്ത വഴി കണ്ടുപിടിച്ചെന്തെന്ന്, ഒരു ചേച്ചി വന്നിട്ടുണ്ടേ, അവിടെ ഒരു ആളുണ്ട് പോയതേ, എനിക്കൊക്കെ എന്ത് മാറ്റാന്നറിയോ, ഭയങ്കര മാറ്റാ. ഉടനെ കെട്ടിപ്പറിക്കാൻ അങ്ങോട്ട് പോയി. കാരണം എന്താ, എളുപ്പവഴിയുടെ ക്രിയ കാണാനുള്ള നമുക്ക് എളുപ്പം. നീ ചെല്ലുന്നിടങ്ങളില് ദൈവം നിന്നെ ഉറപ്പിക്കുന്നതിന് മുമ്പ് പരീക്ഷണത്തിന്റെ അളവുകോലിലൂടെ കടന്നുപോയേ തീരൂ, ഒരു വഴിയില്ല അതിന്. പക്ഷെ ആ പരീക്ഷണത്തില് ജോസഫ് എന്ത് ചെയ്തു? കുതറിയോടി. അവന്റെ മേലങ്കി അവിടെ ഇട്ടിട്ട് അവൻ കുതറിയോടുമ്പോ എല്ലാവരും വിചാരിച്ചു അവനെതിരെ ദൈവം കൂടിയുള്ളതല്ലേ, പിന്നെ അവനിനി എന്താ വരാനുള്ള? കാരണം എന്താ, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവനാ. പക്ഷെ എന്താ കിട്ടിയത്? അവൻ ഊരി ഉപേക്ഷിച്ച നിലയെങ്കി, അവന്റെ മേലെങ്കി അവനെതിരെ തെളിവായി തീർന്നു. അവള് പറഞ്ഞു, കണ്ടാ നീ ഏൽപ്പിച്ച് ജോസഫില്ലേ ഇവിടെ വന്നിട്ട് എന്നെ അനാവശ്യം കാണിക്കാൻ പോയത്, തെളിവ് ഏതാ? അവന്റെ മേലെങ്കി. ഏതൊന്നാണോ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചോടിയത്, ഏതൊന്നാണോ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ നഷ്ടമായത്, അതൊക്കെ ഈ ലോകം നിങ്ങൾക്കെതിരെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, കണ്ടോ മണ്ടന്മാര് നോമ്പെടുത്തേക്ക് 50 ദിവസം ഇറച്ചി മീനും നീ കഴിക്കാതിരുന്നിട്ട് ഇപ്പൊ എന്തുണ്ടാവും മോണെ? വയറ് കുറയുന്നല്ലാണ്ട് വേറെ വല്ല ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരവും ഇല്ല. ഉപവസിക്കേണ്ട എന്താ ആവശ്യമുള്ള? അൾസർ വരും, ഷുഗർ കയറും, പ്രഷർ താഴും, കൊളസ്ട്രോൾ കൂടും. അപ്പൊ സയന്റിഫിക് ആയിട്ട് ഉപവാസം ആവശ്യമില്ല. ഇപ്പൊ പെരുന്നാളിന് ഒരു തുള്ളി കുടിക്കാതിരുന്നിട്ട് ഈ ലോകം നന്നാവോ? നീ നുണ പറയാതെ കച്ചവടം നടത്തിയതിന്റെ പേരില് ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം വരാണ്ടോ? നീ ഉപേക്ഷിച്ചതൊക്കെ, ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടതൊക്കെ ഈ ലോകത്തിന്റെ കണ്ണില് പമ്പര വിഡ്ഢിത്തങ്ങളായിട്ട് അവർ ഉയർത്തിക്കാട്ടും. എന്നിട്ട് പറയും, എന്തുണ്ടായി? നീ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് എന്താ നേടിയേ? നീ കച്ചവടത്തിൽ സത്യസന്ധത കാട്ടിയിട്ട് നിനക്ക് എന്താ കിട്ടിയേ? നിന്റെ മക്കളെ സൺഡേ സ്കൂളിനും കാറ്റീസിനും പറഞ്ഞുവിട്ട് നീ എന്താ നേടിയേ? ഉണ്ടാ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടാ? മണ്ടന്മാര്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തന്നെ ബേസിക്കലി മണ്ടന്മാരാ. കാരണം എന്താ, ഈ ലോകത്തിന്റെ കണ്ണിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഭൂലോക വിഡ്ഢിത്തരങ്ങളാ. അതുകൊണ്ടാണ് പൗലോസ് എന്ത് പറഞ്ഞേ? ഈ ലോകത്തില് വിലപ്പെട്ടതൊക്കെ ഞാൻ എന്തായി കരുതി എന്നാ പറഞ്ഞേ? ചപ്പും ചവറും, ഉച്ചിഷ്ടം പോലെ കരുതി, ഉച്ചിഷ്ടം പോലെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഇടത്തേക്ക് ദൈവം നിങ്ങൾ അയക്കുമ്പോ നിങ്ങൾ എടുക്കുന്ന നിലപാടുകള് നിങ്ങൾക്കെതിരെ ഈ ലോകം ഉയർത്തിപ്പിടിക്കും. കാരണം ഈ ലോകത്തിന്റെ കണ്ണിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ വിഡ്ഢിത്തരാം. ജോസഫിന് പിന്നെ എന്താ കിട്ടിയത്? ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയോ? ഇല്ല. 7 കൊല്ലം എവിടെയായിരുന്നു? ജയിലില്. അപ്പോഴാണ് ഫറവോന്റെ 2 ചേട്ടന്മാര് സമ്മാനം വാങ്ങി വരണേ. അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് ജയിലിൽ വിട്ടത്. ജയിലിൽ വിട്ടു വർത്താനം പറഞ്ഞു, കമ്പനിയായി. വർത്താനം പറഞ്ഞു, നീ അവിടെ പോകുമ്പോ എന്നെയും കൂടി ഓർത്തോളോട്ടാ. അപ്പോഴാണ് ഫറവോയ്ക്ക് സ്വപ്നം കാണുന്നു. സ്വപ്നം ജോസഫ് വ്യാഖ്യാനിക്കുന്നു. ഇവര് പോയി മറന്നു. പിന്നെ 7 കൊല്ലം. എത്ര കൊല്ലായി? 14. ജീവപര്യന്തം. എന്തിനാ ജീവപര്യന്തം ജയിലിൽ കിടന്നത്? ഒറ്റ കാര്യത്തിനായി 14 കൊല്ലം ജയിലറയ്ക്കകത്ത് അവൻ ഒതുങ്ങിക്കിടന്ന്. എന്തിനാ? ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരില്, വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരില് എനിക്ക് ആരും അറിയാതെ ആസ്വദിക്കാമായിരുന്ന ചില സുഖങ്ങളെ, സന്തോഷങ്ങളെ വേണ്ടെന്ന് വെച്ചതിന്റെ പേരില് ജയിലറയ്ക്കകത്തേക്ക് അവൻ ഒതുങ്ങിയപ്പോ ദൈവം അവന് വേണ്ടി ഒന്ന് ഒരുക്കുന്നുണ്ടായിരുന്നു. തലമുറകള് വാഴ്ത്തിപ്പാടാൻ തക്ക രീതിയില് ഒരു മാറ്റം ദൈവം അങ്ങനെ അങ്ങ് പൊടിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. ജനം അറിഞ്ഞിട്ടില്ല, ലോകം അറിഞ്ഞിട്ടില്ല. ജോസഫിന്റെ അപ്പൻ എന്താ വിചാരിച്ചേക്കണേ? ചെക്കൻ തീർന്നു, മൃഗം പിടിച്ചു എന്നാ പറഞ്ഞേക്കണേ. സിംഹം തിന്നു. ആകെ കിട്ടിയേക്കണത് 2 ഡ്രസ്സാ ചോര വരേണ്ടത്. അത് ആട്ടിൻ ചോര മുക്കിക്കൊണ്ട് കൊടുത്തതാ. അപ്പം വിചാരിച്ചു കഴിഞ്ഞു, അമ്മ വിചാരിച്ചു തീർന്നു, സഹോദരന്മാര് വിചാരിച്ചു എവിടെയെങ്കിലും പണിയെടുത്ത് തണ്ടിൽ പൊട്ടിയാൽ ചത്തുവോക്കോളും. ജയിലിലേക്ക് വിട്ട പൊത്തിഫറിന്റെ ഭാര്യ കരുതി ഈ കഥ ഇതോടുകൂടി തീരുന്നു. ഇപ്പൊ 10,000-4,000 കൊല്ലം കഴിഞ്ഞിട്ടും ഈ കഥ വല്ലതും തീർന്നോ? ഇല്ല. ഈ കഥ ഇപ്പോഴും ജനം വായിച്ചു കേട്ടുകൊണ്ടിരിക്കുക.
പക്ഷേ 14 കൊല്ലം ജയിലിൽ കിടന്ന ജോസഫിന്റെ ജീവിതം മാറിയതപ്പോഴാ. അവിടുന്ന് ഫറവോന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ദൈവം പറഞ്ഞതും ദൈവം ആഗ്രഹിച്ചതും ദൈവത്തിന്റെ സന്ദേശം പറഞ്ഞപ്പോ ജോസഫ് എവിടെ എത്തി? ഈജിപ്തിന്റെ തലവനായി മാറി. കൊട്ടാരത്തിലെ താമസം. ഫറവോക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ അതാരാ? ജോസഫാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരില് മേലങ്കികൾ ഉരിഞ്ഞു മാറ്റി നിന്നെ ലോകത്തിന്റെ മുമ്പിൽ കുറ്റക്കാരനായിട്ടും മണ്ടനായിട്ടും വിഡ്ഢിയായിട്ടും പ്രാക്ടിക്കബിലിറ്റി ഇല്ലാത്തവനായിട്ട് നിർത്തുമ്പോ ഓർത്തിരുന്നേക്കണം, നിനക്ക് വേണ്ടി ദൈവം നട്ടു തുടങ്ങിയ ഒരു മരമുണ്ട്, അവിടെ നിന്നെ എത്തിച്ചിരിക്കും. നിനക്ക് വേണ്ടി ദൈവം ഒരിക്കലും ഒരു സിംഹാസനത്തിലേക്കുള്ള യാത്രയല്ല. നീ ഇടയിലുള്ള വിഷമമൊന്നും നീ നോക്കണ്ട. നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ട് ഇടം. കാരണം എന്താ? സിംഹാസനത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് മുമ്പ് സഹനത്തിന്റെ തീച്ചൂള കടന്നു പോയേ തീരൂ. ഇപ്പൊ ജോസഫിന് അഡ്രസ്സായി. ജോസഫിന്റെ അഡ്രസ് എന്തെന്നാ? ഈജിപ്തിന്റെ അധിപൻ, രണ്ടാമത്തെ അധിപൻ. എവിടെ നിന്ന് അവന്റെ അഡ്രസ് തുടങ്ങിയേ? കുറച്ച് ചേട്ടന്മാരും ഒരു അപ്പനുമായിട്ട് ആടിനെ മേച്ച് നടന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ദൈവം അവനെ എത്തിക്കാൻ ആഗ്രഹിച്ച എവിടെയാ? ഈജിപ്തിന്റെ രാജകൊട്ടാരത്തിന്റെ പദവികളില് അന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് വാഴാൻ ദൈവം ഒരുക്കിയപ്പോ ദൈവം നടത്തിയ വഴികൾക്കകത്ത് സഹനത്തിന്റെ തീച്ചൂള ആളിക്കത്തിയപ്പോഴും ജോസഫ് കൂടെ നിന്നതുകൊണ്ട് ജോസഫിന്റെ ജീവിതം അവസാനം ദൈവം ഉദ്ദേശിച്ച അഡ്രസ്സിലേക്ക് എത്തിച്ചു. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ഈശോ നിങ്ങളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങളിലേക്ക്, അഡ്രസ്സിലേക്ക് നിങ്ങൾ എത്തിക്കും. എന്ത് ചെയ്താൽ മതി? കൂടെ നിന്ന് കൊടുത്താൽ മതി. കൂടെ നിന്ന് കൊടുത്താൽ മതി. ഇടയ്ക്ക് നമുക്ക് തോന്നും, ദൈവമേ ഇത് മുന്നോട്ട് പോകുന്നില്ലല്ലോ. അങ്കുരിയപ്പെട്ടവനെ പോലെ ചെയ്യാത്ത തെറ്റുകൾക്ക് ലോകത്തിന്റെ കണ്ണിൽ വിഡ്ഢിയായി നിൽക്കുമ്പോ നിനക്കൊരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക്, അനുഗ്രഹത്തിന്റെ ഇടത്തിലേക്ക് എത്തണം. ഇനി അവിടെ തീർന്നിട്ടില്ല കഥ. അവൻ അതിന് അർഹനാണെന്ന് തെളിയിച്ചത് എങ്ങനെയാ? 10 ചേട്ടന്മാരോടും തീരാത്ത ദേഷ്യമുണ്ട്. മറ്റൊരെണ്ണം നരുന്നായിരുന്നു, അതായത് അത് ഇതിലൊന്നും പങ്കാളിയല്ല. പിന്നെ കയ്യെ കിട്ടിയ നമ്മുടെ കണക്കിൽ പറഞ്ഞ് എന്ത് ചെയ്യും? ഒറ്റയടിക്ക് തീർക്കാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി. കഷ്ടപ്പാടായി, ദാരിദ്ര്യമായി, ക്ഷാമമായി. ക്ഷാമം കൂടിയപ്പോൾ തിന്നാൻ അരി ഇല്ലാണ്ടായപ്പോൾ പറഞ്ഞയച്ചു, എന്തെങ്കിലും കിട്ടുമോ നോക്കടാ പോയിട്ട്, കാശുണ്ട്, തിന്നാൻ അരി വേണ്ടേ. അങ്ങനെ ചെന്നു. അവന്റെ മുമ്പില് ആരാണോ ഇവനെ ഒതുക്കാനും തീർക്കാനും തീർത്ത് കെട്ടാനും മായ്ച്ചു കളയാനും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനും ആഗ്രഹിച്ച് അവരുടെ മുമ്പിലേക്ക് അവരെ ദൈവം കൊണ്ടു നിർത്തിയിട്ട് തമ്പുരാൻ പറഞ്ഞു, ദേ ഇനി നിനക്കുള്ള ചാൻസാ. സിനിമയിൽ പറഞ്ഞോണം, ക്ലൈമാക്സ് സീൻ. എന്തുട്ടാ സീൻ? നമ്മൾ പറയണെങ്കിൽ അടിപൊളി ക്ലൈമാക്സ്. അങ്ങേര് കസേരയിൽ രാജാവായിരിക്കുന്നു. ഇങ്ങേരെ തീർത്ത് കെട്ടാനും പൊതിഞ്ഞു വെക്കാനും മാച്ച് കളയാനും തീരുമാനിച്ചവര് താഴെ കൈകൂപ്പി നിൽക്കുന്നു. മാസുപടത്തിന്റെ അവസാനം പോലെ ഇല്ലേ കണ്ടിട്ട്? ജോസഫ് തിരിഞ്ഞു. കാരണം എന്താ? ജോസഫ് നടന്നതൊന്നും ലോകത്തിന്റെ വഴിയിൽ. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, നശിപ്പിക്കാനല്ല. അവിടെ ജോസഫ് പറഞ്ഞ വചന നിങ്ങളോട് ആദ്യമേ പറഞ്ഞേ, ദൈവം നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാ. ഇന്ന് ഈ കുടുംബത്ത് വന്ന് കയറുമ്പോ, ഈ കമ്പനിയിൽ നീ ജോലി ചെയ്യുമ്പോ, ഈ ഒരു സ്ഥാപനത്തിൽ നീ കയറി ചെല്ലുമ്പോ, നിന്റെ ചില അയൽപ്പക്കക്കാരുടെ കൂടെ നീ ജീവിക്കുമ്പോ, ചില ഇടങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കുമ്പോ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന അപ്പന് ബാധ്യതയായതുകൊണ്ട്, അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ഇവരെന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്നെ വിറ്റതാ, വേണ്ടാന്ന് വെച്ചതാണ്, മാറ്റിക്കളഞ്ഞതാ. വേണ്ടെന്നവർക്ക് അല്ല, ദൈവം എന്നെ അയച്ചതാ എന്നാ തിരിച്ചറിഞ്ഞത്. ജോസഫിന്റെ 24-ാം വയസ്സിൽ ജോസഫിന് ആ ഭാഗ്യം കിട്ടിയോ? ഇല്ല. കാരണം എന്താ? ദൈവം അവൻ ഒരുക്കിയ ഇടത്തിലേക്ക് അവൻ എത്തിച്ചേരാൻ ഈ കുരിശിന്റെ വഴികളൊക്കെ നടക്കണമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 1-ാം സ്ഥലം ഇതാന്ന് വിചാരിക്കുക. ഇപ്പൊ പന്തിയോസ് പിലാത്തോസിന് മുമ്പിൽ കർത്താവ് നിൽക്കുന്നു. 1ഉം 2ഉം വീണോട്ടെ. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പങ്കപ്പാട് മുഴുവൻ എടുക്കേണ്ടത് വല്ല ആവശ്യമുണ്ടോ? ഒന്നേല് വീഴുന്നു, ഒന്നേല് വിരിക്കുന്നു, കുരിശെടുക്കുന്നു, ഒരു വീഴ്ച വേണമെങ്കിൽ വീണോട്ടെ, പാവല്ലേ. നേരെ എവിടേക്ക് നടക്കുന്നു? ഗോകുൽത്തായിൽ ചെല്ലുന്നു,
കുരിശ് തറയ്ക്കുന്നു, കൊല്ലുന്നു. ഈ പങ്കപ്പാടിന്റെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ ഏറ്റവും സ്വാധീനിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് 4-ാം സ്ഥലമാണ്. കാരണം എന്താ? ഒരാളുടെ ജീവിതത്തിൽ പറയാവുന്ന ദുഃഖങ്ങളെയൊക്കെ 2-3 വരിയില് ആബേലച്ചൻ എഴുതി വെച്ചേക്കുന്ന 4 കണ്ണുകൾ, അമ്മയും മകനും സംസാരിക്കുന്നില്ല, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയം, 2 ഹൃദയങ്ങള്, 4 കണ്ണുകള്. ഇതിനപ്പുറത്ത് എങ്ങനെയാ ഒരാളുടെ ദുഃഖത്തെ എഴുതി വെക്കുന്നത്? ഒന്നും മിണ്ടായില്ല അമ്മയ്ക്കും മോനും. കാരണം എന്താ? എന്തെന്നാ പറയണേ? തൂറ്റു തുന്നം പാടിയ ഒരു മോൻ, അതിനെ വളർത്തിയിട്ട് നമ്മുടെ നാട്ടുകാരെ ഭാഷയെ പറഞ്ഞോണം വഷളാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ നിൽക്കണം അവിടെയാ. കാരണം എന്താ? കുണ്ടറയുടെ കുരിശനാ, ട്രോഫിയൊന്നും ഇല്ലല്ലോ. ആ 4-ാം സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഒന്നും ജീവിതത്തിൽ ചില ദുഃഖങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പതറിപ്പോയേനെ. അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തിലും അവൻ കണ്ടുമുട്ടുന്നവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തില് കടന്നു വരാനുള്ളവരാ. എവിടേക്കും ഒരു വെറോനിക്ക് കാത്തിക്കണ്ട്. ജീവിതത്തിൽ തകർന്ന് തരിപ്പണായി കഴിഞ്ഞപ്പോ ഒരാൾ തോളത്ത് വന്ന് തട്ടിയില്ലേ? സാരമില്ലടാ, കുഴപ്പമില്ലെന്ന് ഒരച്ഛൻ നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടില്ലേ? ഏതോ നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ സമാശ്വസിപ്പിക്കാൻ വന്നിട്ടില്ലേ? അവരുടെ പേരാണ് കിബുറിങ്കാരനായ ശിമയോൻ. എവിടേക്കോ നിങ്ങളെ മുഖത്തെ രക്തം ഒപ്പിയെടുത്ത് ഇത്തിരി ആശ്വാസം നിന്ന് കടന്നുപോയ ഒരുപാട് മനുഷ്യരില്ലേ? തോറ്റൊന്ന് നിങ്ങൾ വിചാരിച്ചപ്പോ സാരില്ല ചാ, ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന മക്കളില്ലേ? അവരുടെ പേരായിരുന്നു മറിയം. അങ്ങനെ അങ്ങ് കടന്നുപോയി തുടങ്ങുമ്പോ 14 സ്ഥലം അവൻ നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുരിശന്റെ വഴികളിൽ ഞാൻ തളർന്നു പോവായിരുന്നു. ആവശ്യം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം ഒരുക്കുന്ന ഇടത്ത് മാത്രമേ നിങ്ങൾ കൃപ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പരാതി പറയാതെ ദൈവം ഒരുക്കിയ ഇടങ്ങളിലേക്ക് ശാന്തതയോടെ നന്ദിയോടുകൂടെ നിൽക്കണം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ജോസഫിന് വേണമെങ്കിൽ ദൈവത്തെ വെല്ലുവിളിക്കാനുള്ള വകുപ്പുണ്ട്. കാരണം എന്താ? ജോസഫ് ചെയ്ത എന്തിനെങ്കിലും ആണോ ജോസഫ് ജയിലിൽ പോയത്? ജോസഫ് ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പേരിലാണോ അവന്റെ സഹോദരനെ പിടിച്ച് കെഞ്ചിയിട്ടത്? അല്ല. ജോസഫ് ചെയ്ത തിന്മ കൊണ്ടല്ല, മറിച്ച് ജോസഫിന് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വഴിയിലൂടെയൊക്കെ ജോസഫിനെ കടത്തി വിട്ടത്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകള്, ഉത്തരവില്ലാത്ത സഹനങ്ങള്, എന്നെ പറ്റിച്ചും വഞ്ചിച്ചും കടന്നുപോയ വ്യക്തികള്, എന്റെ കൂടെ നിന്നിട്ട് കുതികാല് വെട്ടിയവര് ഒക്കെ നിന്നെ ഒരുക്കുകയായിരുന്നു. എവിടേക്കാ? ദൈവം നിനക്ക് കൃപ നിറയ്ക്കാനായിട്ട് തയ്യാറാക്കി വെച്ച ഇടങ്ങളിലേക്ക് നിന്നെത്തിക്കാൻ. വിറ്റതൊന്നുമല്ല, ദൈവം അയച്ചതാണ്. അതാണ് ഒന്നാമത്തെ. ഇനി കർത്താവിന്റെ ഈ ഇതിനോട് ചേർന്ന് വരാവുന്ന വലിയൊരു അപകടമുണ്ട്. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കാഴ്ചപ്പാട്. ഞാൻ നേരത്തെ പറഞ്ഞോണം, ആ സ്ഥലം നോക്കിയപ്പോ അടിപൊളി സ്ഥലം, വെള്ളമുണ്ട്, വഴിയുണ്ട്, കിണറുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ തീരുമാനം എടുത്തു. ലോത്ത് ഇതുപോലെ ആയിരുന്നു. ലോത്തിനോട് പറഞ്ഞ അബ്രഹാം, നിനക്ക് ഇഷ്ടമുള്ള ഭാഗം നീ തിരഞ്ഞെടുത്തോ, എനിക്കിഷ്ടം, നീ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പൊക്കോളാം. ലോത്ത് നോക്കി വെള്ളവും ഇതൊക്കെയുള്ള സ്ഥലത്തേക്ക് പോയി. അതിന്റെ അവസാനം എന്തായിരുന്നു? അബ്രഹാം പോയ സ്ഥലത്തിന്റെ പേരാണ് കാനാൻ ദേശം. ദൈവം അവനെ വാഗ്ദാനം ചെയ്ത ഇടം. ലോത്ത് തിരഞ്ഞെടുത്തതോ ലോത്തിന്റെ ബുദ്ധി കൊണ്ട്, ലോത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച്, ലോത്തിന് കിട്ടിയ ഉപദേശം അനുസരിച്ച് ലാഭകരമെന്നും നന്മയെന്നും ലോത്ത് തീരുമാനിച്ചത്. ആ സ്ഥലത്തിന്റെ പിന്നത്തെ പേരെന്തായിരുന്നു? ലോത്ത് പോയ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ബൈബിളില്? സോദോം ഗൊമോറ. അതിന്റെ അവസാനം എങ്ങനെയായിരുന്നു? ഇന്നും ആ സ്ഥലം എങ്ങനെയാ കിടക്കണേ? ചാവുകടലായിട്ട്. ദൈവം എന്ത് ചെയ്തു? അഗ്നിയും ഗന്ധകം ഇറക്കി ആ സ്ഥലത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും പാപം ചെയ്യുന്നവർക്ക് മാതൃകയായി മുന്നറിയിപ്പായി സ്ഥലം സ്ഥിതി ചെയ്യുക. എന്താ സംഭവിച്ചത്? എന്റെ പദ്ധതികൾക്കും എന്റെ ഇഷ്ടങ്ങൾക്കും എന്റെ തെരഞ്ഞെടുപ്പുകൾക്കും ദൈവത്തിന്റെ പദ്ധതികൾക്ക് മേലെ സ്ഥാനം കൊടുത്തപ്പോ, എന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എവിടെ അനുഗ്രഹമായി തീരണോ ആ സ്ഥലം ഇന്ന് തലമുറകൾക്ക് എന്തായി മാറി? ശാപമായി മാറി. നമ്മുടെ അപ്പൻ്റെന്ന് വക്രിച്ചും തെറ്റിദ്ധരിപ്പിച്ചും തട്ടിയെടുത്ത ഭൂമി ഉണ്ടല്ലോ. ഇന്ന് പല കുടുംബങ്ങൾക്കകത്ത് വഴക്ക് തീരാത്തതിന്റെ, രോഗം അവസാനിക്കാത്തതിന്റെ, ശാപം ഇങ്ങനെ പെരുമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാ. എന്റെ ബുദ്ധി ഉപയോഗിച്ച് അപ്പം വയ്യാതെ കിടന്നപ്പോ ഇത്തിരി ഇങ്ങ് സ്വന്തമാക്കി.
തമ്പുരാൻ എന്ത് പറഞ്ഞു? ആ സ്ഥലം നിനക്ക് ശപിക്കപ്പെട്ടതായി തീരും, ശപിക്കപ്പെട്ടതായി തീരും. വീട്ടില് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കിട്ടണ ശമ്പളം പോരാ, എൻ്റെ വക കുറച്ച് വിക്രിയകള്, കുറച്ച് തട്ടിപ്പുകള്, കുറച്ച് വെട്ടിപ്പുകള്, കാശുണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്യും? ജൂബിലി മിഷനിലും കോലഞ്ചേരി ആശുപത്രിയിലും ആസ്ത്ര മെഡിസിറ്റിയിലും രാജഗിരിയിലും കൊടുത്ത് തീർക്കും. ദൈവം ഇച്ഛിക്കാത്തതും ദൈവം ആഗ്രഹിക്കാത്തതും ദൈവം പദ്ധതികൾ വിഭാവനം ചെയ്യാത്തിടത്തും നീ സമ്പാദിക്കുന്നതും സ്വന്തമാക്കുന്നതും ഒക്കെ നിനക്ക് എന്തായിത്തീരും? കെണിയായിത്തീരും. അതുകൊണ്ടാണ് കുറച്ചിങ്ങ് നീങ്ങിയിട്ട് പാവപ്പെട്ട അബ്രഹാം നോക്കുമ്പോൾ, അപ്പൊ നിങ്ങൾക്കറിയാം, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുഷ്ടിയുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വലിയ ഗുണമില്ല, അല്ലെങ്കിൽ ഒത്ത് അങ്ങോട്ട് പോയനല്ലോ, ഗുണമൊന്നുമില്ല, വലിയ മെച്ചമില്ലാത്തൊരു ഭൂമി, ജീവിച്ചു പോവാം, അത്രയൊക്കെ ഉള്ളു. പക്ഷെ ദൈവം അവന്റെ പദ്ധതികൾക്ക് മീതെ ഉണ്ടായിരുന്നത് കൊണ്ട്, അത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നുകൊണ്ട് അവൻ ചെന്നിടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും വിശുദ്ധ കുർബാനയ്ക്കിടയിൽ എന്തും പറഞ്ഞ പ്രാർത്ഥിക്കുന്നേ? അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അവൻ ചെയ്ത പരിപാടി എന്താ? അവൻ ആകെ ചെയ്ത പരിപാടി എന്താ? എന്റെ തമ്പുരാന്റെ ഹിതം എന്താണോ, അവൻ എന്താണോ എനിക്ക് വേണ്ടി വിഭാവനം ചെയ്തത്, ആ പദ്ധതിയോട് അങ്ങ് ചേർന്ന് നിന്നു. ലോകത്തിന്റെ കണ്ണിൽ ഭൂലോക വിട്ടിത്തരാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ചേട്ടനീനും ഭൂമി ഭാഗം വയ്ക്കുക, ആരെങ്കിലും പറയോ ചേട്ടന് കൊടുത്തോ നല്ല സ്ഥലം, ഞാൻ പഴയതായാലും എടുത്തോളാം നിങ്ങൾ പറയൂ? മര്യാദക്ക് അല്ലെങ്കിൽ ഇന്നും നസ്രാണിക്കിടയിൽ കോടതി കയറി ഇറങ്ങുന്നത് എന്തുകൊണ്ടാ? ചേട്ടന് 50 കൊടുത്തു, എനിക്ക് 40 കിട്ടിയുള്ളൂ, ആ 10 വേണ്ടി യുദ്ധമാണ്. അവൻ അത് കൊടുത്തു, ഇവൾക്ക് ഇത് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അപ്പൊ അതിന് യുദ്ധം. കോടതി കയറി ഇറങ്ങുന്നു, അടി വഴക്ക് വക്കാണം, അതിര് മാന്താന്നൊരു പരിപാടി ഈ ഭാഗത്തില്ല എന്നുണ്ട്, ഭൂമി നിന്ന് കുറയുള്ളതുകൊണ്ട്. തൃശ്ശൂർ ഭാഗത്ത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മാപ്പിങ്ങും പിന്നെ സർവേ ഒക്കെ ഒന്നോടുകൂടി മുഴുവൻ അങ്ങ് നടക്കില്ല. വൈകുന്നേരമായി അതിര് മാന്തല പരിപാടി. മാന്തി ഇത് എവിടേക്ക് കൊണ്ടുപോണേ? എന്തോരം മാന്തിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോണ എന്തോരം ഭൂമിയാ? അല്ല, വികാരിച്ചന്റെ കയ്യിൽ എന്തോരം വലിപ്പുണ്ട് അത്രയും ഭൂമിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം എന്താ? മനുഷ്യ നീ മണ്ണാകുന്നു. കർത്താവേ പറഞ്ഞ ശവടപ്പിന്റെ പ്രാർത്ഥന പറഞ്ഞ, കർത്താവേ തിരുഹിതം ഇതാ നിറവേറിയിരിക്കുന്നു. ആ വികാരിച്ചന്റെ കയ്യിൽ എന്തോരം വലിപ്പുണ്ട് അത്രയ്ക്കും ഇത്തിരി കുന്തിരിക്കും മണ്ണാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ. എന്തോരം വേണമെങ്കിൽ മാന്തി കൂട്ടിക്കോ. ആ വികാരിച്ചന്റെ കൈ ചെറുതാണെങ്കിൽ അത്രയും മണ്ണേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. പണ്ടറിഞ്ഞ കുഴിയെ പോകുന്നേക്ക്, അപ്പൊ കുഴിയിലും പോയില്ല, മറ്റേ കിണർ പോലത്തെ സാധനത്തേക്ക് തട്ടിയിടുക. അത്രയേ ഉള്ളൂ. ഈ മണ്ണിന് വേണ്ടിയാണ് യുദ്ധം. ചേട്ടൻ അനിയനെ തല്ലുന്നു, വെട്ടുന്നു, കുത്തുന്നു, മാന്തുന്നു, മിണ്ടില്ല, വർത്താനം പറയില്ല, കണ്ടുമുട്ടിയാ കൂടി ചിരിക്കില്ല. എന്താ പ്രശ്നം? അന്ന് അപ്പൻ തിരിച്ചിട്ട ഭൂമിയുടെ പേരും പറഞ്ഞ് ഇത്തിരി കോളം മൂന്ന് മണ്ണിന് വേണ്ടി യുദ്ധം ചെയ്തിട്ട് എവിടെ എത്തും? ഓർത്തിരുന്നേക്കണം കേട്ടോ. നാളെ ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരൊക്കെ ഓർത്തോ, ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ടാ. എന്നിട്ട് അവസാനം തമാശ എന്താണെന്നറിയോ? ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ശവടപ്പിന് മണ്ണിടുന്ന നേരത്ത് ശരിക്ക് പറഞ്ഞ ഇതുപോലെ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഒരു അടി സത്യത്തിൽ കർത്താവ് നമ്മളെ കളിയാക്കുക. എന്താ പറഞ്ഞേക്കണേ? മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മണ്ണോട് ചേരുമെന്ന കർത്താവിന്റെ തിരുഹിതം ഇതാ ഇട്ടിട്ട് എന്താ പറയണേ? ഇപ്പൊ എങ്ങനെയുണ്ടാ? എന്തായിരുന്നു ഇവിടെ ബഹളം? എൻ്റെ ഓൾഡർ വോയിസിലും കൊണ്ട് ഞാൻ ടൂർ പോകാറുണ്ട് ഇടയ്ക്ക്. ഇവന്മാരെയും കൊണ്ട് ടൂർ പോകുമ്പോൾ ഭയങ്കര ബഹളമാണ് കിടന്നിട്ട്. നമുക്ക് അത് ചെയ്യണം, നമുക്ക് റീൽസ് എടുക്കണം, ഫോട്ടോ എടുക്കണം, ടൂർ പോകുമ്പോൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഭയങ്കര ബഹളമാണ്. എന്നിട്ട് എന്തുട്ടാന്നറിയോ? കയറി ഇരുന്ന് രണ്ടാമത്തെ ഇരുകൊണ്ട് ഛർദിയാ. യാത്ര ചെയ്യാൻ പറ്റി. ഇവനാണ് ഇരുന്ന് ബഹളം വെച്ചിരുന്നത്. നമ്മൾ തലകുത്തി പറയും ആനേനെ കാണണം, പുലിനെ കാണണം. രണ്ടാമത്തെ ഇരുകൊണ്ട് ഛർദിയാ. മൂന്നാമത്തെ പിടിക്കും ഗുളി കഴിച്ചു, നാലാമത്തേൽ കിടപ്പ ചത്തു. ഇയാളാണ് എവിടേക്ക് പോകണം? അതിരപ്പള്ളി വാഴിച്ചാൽ റൂട്ട് പോയിട്ട് ആനേനെ കാണാൻ പോണത്. ഞാൻ പറഞ്ഞു, ഇത് മുക്കാലാകുമ്പോഴേക്കും നീ തീരുള്ളൂടെ മോനെ, പിന്നെ എന്ത് ആനേനെ കാണാനാ? ഇതുപോലെ തുള്ളിച്ചാട്ടാ കണ്ടാ വിചാരിക്കും 200 കൊല്ലം ജീവിക്കും, പിന്നെ ഒരു 100 കൊല്ലം കൂടി ഇവിടെ കാണുന്നു, തീരും. അവസാനം ഏതെങ്കിലും വികാരിച്ചന്മാര് മേത്ത് മണ്ണിട്ടിട്ട് എന്ന് പറയും, ഇപ്പൊ തിരിഹിതം നിറവേറിയിട്ടുണ്ട്. കാരണം എന്താ? ഇതാണ് നിനക്കുള്ള സമ്മാനം, തിരിഹിതം നിറവേറി. ഓർത്തിരിക്കണം കേട്ടോ. ഈ ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊടുക്കുമ്പോൾ ഓർത്തോ, അച്ഛൻ്റെ ഒരു കൈപ്പിടിയിലെ മണ്ണിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്നു, വേറെ ഒന്നും കിട്ടാനില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അതാ. നമ്മളിങ്ങനെ ഓട്ടത്തിലാ. എന്തിനു വേണ്ടിയിട്ടാ? കിട്ടാവുന്ന ഇടത്തങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കൂട്ടാനും. ഇനി
ഇത് തിരിച്ചിങ്ങ് വരുമ്പോ അബ്രഹാത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ച് അബ്രഹാം നോക്കിയപ്പോ മെനയൊന്നും പോരാ. നമ്മുടെ അപ്പനാണല്ലോ, വലിയ സ്വഭാവ വ്യത്യാസമൊന്നുമില്ല. മെന പോരാ, മണ്ണിൽ മേൽമണ്ണ് പോരാന്നേ, അടിയിൽ പാറയാ, റബ്ബർ അങ്ങ് നട്ടാ പിടിക്കില്ല, വെള്ളം പോരാ. അബ്രഹാം നടത്താൻ തുടങ്ങി. എവിടെ ചെന്നത്? ഈജിപ്തില്. അവിടെ നിന്ന് വട്ടം ചുറ്റി എവിടേക്ക് എത്തി? അവസാനം നോക്കി തിരിച്ചെവിടെ എത്തി? കാനാനിൽ തന്നെ ജീവിതം എത്തി. ദൈവം നിങ്ങൾ ഒരിടത്ത് എത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്തിച്ചിരിക്കും. കാരണം ദൈവത്തിനെ കുറിച്ചൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട്, ഹണ്ടിങ് ഡോഗ്, വേട്ടപ്പട്ടി. നിങ്ങളെ ദൈവം ഉന്നം വെച്ചാൽ നിങ്ങൾ എവിടെയൊക്കെ തല കുത്തി മറിഞ്ഞോ, ദൈവം എവിടെ നിങ്ങൾ എത്തിച്ചിരിക്കും? എവിടെ എത്തിച്ചിരിക്കും? അവൻ ഉദ്ദേശിച്ചിടത്ത് എത്തിച്ചിരിക്കും. ചിലപ്പോ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് വഴിയും, അല്ലെങ്കിൽ ചിലപ്പോൾ ആസ്ട്രം മെഡിസിറ്റി വഴിയും, ചിലപ്പോൾ പ്രിൻസിപ്പളിന്റെ റൂം വഴിയും ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റിച്ച് സസ്പെൻഷനൊക്കെ വാങ്ങി തന്ന് ദൈവം എത്തിക്കും. പ്രശ്നം എന്താണെന്നറിയോ? പിന്നെയും മറുതലിക്കാൻ നിൽക്കും ദൈവത്തോട്. ഞാൻ പറയുന്നോണം പോയാൽ മതി. പണ്ട് ഞങ്ങളുടെ വകയിൽ നിന്ന് ആനപ്പെരുന്നാൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആനപ്പെരുന്നാൾ, അങ്ങനെ പെരുന്നാളുണ്ട്. തൃശ്ശൂർക്കാർക്കുള്ള ചില പെരുന്നാളുകൾ, ഒരു പെരുന്നാൾ ആനപ്പെരുന്നാൾ. ആനയുടെ പെരുന്നാളല്ല, സംഗതി മാതാവിന്റെ പെരുന്നാളാണ്. പറഞ്ഞു അങ്ങനെയാണല്ലോ നമ്മുടെ പെരുന്നാളുകളൊക്കെ ഇപ്പൊ അങ്ങനെയാ. പറച്ചില് മാതാവിന്റെ പുണ്യാളിന്റെ ഒക്കെ പേരാണെങ്കിലും സംഭവം ഇപ്പൊ DJ പെരുന്നാള്, ഗാനമേള പെരുന്നാള്, വെടിക്കെട്ട് പെരുന്നാള്, ഇപ്പൊ അങ്ങനെയൊക്കെയാ. ഞാന് ഇന്നാള് ഒരു പള്ളിയുടെ മുമ്പിൽ കൂടെ പോയപ്പോ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മഹാമഹം, ഫെബ്രുവരി 1, 2. ഇതൊക്കെ പേരും സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാ പറയാനാട്ടാ. നാളെ നിങ്ങൾ പറയരുത് അച്ഛൻ അത് ഉദ്ദേശിച്ചത്. പറഞ്ഞ കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല. അപ്പൊ തിരുനാൾ മഹാമഹം, എന്നിട്ട് അടിയില് അപ്പൊ ഈ പുണ്യാളൻ ഒരു മൂലയ്ക്ക് ഒരു വട്ടത്തിൽ ഒതുങ്ങി കൂടിയിരിക്കുന്നുണ്ട്. സെബസ്ത്യാനോസിനെ കണ്ടല്ലോ ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട്, അങ്ങനെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ടുണ്ട്. മേളില് ബാൻഡ് കൊട്ടണ ചേട്ടൻ വലിയൊരു തൊപ്പി വെച്ചിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഗാനമേള ട്രൂപ്പിന്റെ പടം ഇപ്പുറത്തുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചേ, സത്യത്തിൽ സെബസ്ത്യാനോസിന്റെ പെരുന്നാളല്ല, ഗാനമേളക്കാരനെയും ബാൻഡുകാരനെയും പെരുന്നാളിന്റെ കൂട്ടത്തില് ആരെയും കൂടി കൊണ്ടുനടക്കണു. അത് മറ്റേതിൽ പറഞ്ഞ അതൊരു പാവല്ലേ, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് തൃശ്ശൂർക്കാർ പറയൂ. സെബസ്ത്യാനോസ് ഒരു പേര്, പടം പതൊക്കെ ആർക്കാ? കാരണം എന്താ, ഇങ്ങേരെ കാട്ടിയ മാർക്കറ്റൊന്നും ഇല്ലാന്നേ. പുണ്യാളിനെ കാട്ടിട്ട് ഇപ്പം തൊട്ട് എല്ലായിടത്തും ഇല്ലേ. പക്ഷെ ചെണ്ട കൊട്ടണത് ഇന്ന സെറ്റാന്ന് പറഞ്ഞാൽ, ബാൻഡ് സെറ്റ് ഇന്ന ടീമിന്റെയാണ്, ഗാനമേള ഇന്ന ടീമിന്റെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആള് വരും. ആളെ വരുത്തണമെങ്കിൽ ഇപ്പൊ ആര് വേണം? പുണ്യാളിനെ കൊണ്ടൊന്നും കൂട്ടിയ കൂടുന്ന ആളാരാ? ഇന്ന ബാൻഡ് സെറ്റിന്റെ കൂട്ടുകാരൻ, ഇന്ന ഗാനമേളക്കാരന്റെ പാട്ടുകാരൻ. പിന്നെ DJ ലൈറ്റ് ഇടുമ്പോ അങ്ങനെ നല്ല ആള് കൂടുള്ളൂ. ആളെ കൂട്ടി ആര് പോയി? അകത്തുണ്ടായിരുന്നോ പുറത്തായി? ആളെ കൂട്ടി വന്നപ്പോ പിന്നെ ഇപ്പൊ അങ്ങേർക്ക് എന്താ റോള്? ചില ഇടങ്ങളിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടം അത്. നമ്മുടെ പ്രാർത്ഥനകളില്, ജീവിതത്തിലെ ആത്മീയതയിലേക്കൊക്കെ ഇതിങ്ങനെ കൂട്ടി നാട്ടുകാരെ ബോധിപ്പിക്കാനും കണ്ണിന്, അതുകൊണ്ട് ബൈബിളിൽ തുടങ്ങുമ്പോ പറയുന്നത് എന്തെന്നാ, ആ ഫലം കണ്ണിന് കൗതുകകരമായിരുന്നു, നാവിന് രുചികരമായിരുന്നു. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഓടി തുടങ്ങുമ്പോ സംഭവിക്കാവുന്ന ദുരിതമാണ് ഏത്? ഇതിപ്പോ ഈ പറഞ്ഞു. അബ്രഹാത്തിന് നോക്കിയപ്പോൾ തോന്നി ഇപ്പത്തൊന്നും പോരാ. പക്ഷെ വട്ടം ചുറ്റി ദൈവം എവിടെ തന്നെ കൊണ്ടു നിർത്തി? അതേ കാനാൻ ദേശത്ത്. കാരണം എന്താ? അവിടെയാ നിന്നെ കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ദൈവത്തിന് ഒരു പരാതി വരാറില്ലേ? ഈ കെട്ടുകാരന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയിട്ട് 20 കൊല്ലായി, 40 കൊല്ലായി, 50 കൊല്ലായി. എന്നാ മാറണേ? എത്ര നാളെ പ്രാർത്ഥിക്കുന്നേ? കുടി നിർത്താൻ പ്രാർത്ഥിക്കുന്നു, കടം വീടാൻ പ്രാർത്ഥിക്കുന്നു, ഒന്നും മാറുന്നില്ല. നിങ്ങൾ ഈ പള്ളിക്കകത്തിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം അതാ, നിങ്ങൾക്ക് ദൈവം രക്ഷയ്ക്ക് വെച്ചിരിക്കുന്ന ബലിപീഠം ഇതാ. അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ഓടണ്ട, വേളാങ്കണ്ണിക്ക് ഓടണ്ട. ഈ ബലിപീഠം തരാത്തത് നിങ്ങൾക്ക് വേറെ ഒരുത്തീന്നും കിട്ടാൻ പോകുന്നില്ല. എണ്ണത്തിലോ വണ്ണത്തിലോ ഒന്നുമല്ല കാര്യം, ദൈവത്തിന്റെ കൃപ നിറയുന്നുണ്ടോ എന്നുള്ളത് മാത്രമോ കാര്യം. ഓട്ടോ, പടിഞ്ഞാട്ടോട്ടം, തെക്കോട്ടോട്ടം, നാട്ടിലെല്ലായിടത്തേക്കും ഓട്ടോ. ഏതൊക്കെ നേർച്ചിട്ട് അതൊക്കെ നടത്തും. നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ബലിപീഠം, നിന്റെ ഞരമ്പ് ത്രസിക്കുന്ന രക്തമൊഴുകിയിറങ്ങുന്ന ഹൃദയം ഏതാ? ഈ ബലിപീഠം. നിന്റെ ഇടവകയുടെ ബലിപീഠത്തിൽ നിന്ന് കിട്ടാത്തതൊന്നും വേറെ ഒരു തീന്നും നിനക്ക് ദൈവം അനുവദിക്കില്ല. ഈ നിങ്ങള് കുറച്ച് ആൾക്കാരെ ഇടവകയിലുള്ളെങ്കിൽ ഇത് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, നമ്മള് കത്തോലിക്ക തിരുസഭയുടെ മക്കളാ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 330 കോടി ജനത്തിന്റെ കുർബാനയിലെ പ്രാർത്ഥനയിലെ അവകാശികളാണ് നമ്മള്.
നിസ്സാരക്കാരൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭൂമിയിൽ ജീവിക്കുന്ന 330 കോടി വിശ്വാസി ഗണത്തിന്റെ പ്രാർത്ഥനയിൽ ആരംഗമാണ്? ഞാൻ അംഗം. എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം എന്താ, ഈ ഭൂമിയിൽ ഏത് കത്തോലിക്ക പള്ളി ചെന്നാലും അത് എന്റെ ബലിപീഠമാണ്. 330 കോടി കത്തോലിക്കർക്ക് ഒരു തലവനുണ്ട്. ആ മാർപ്പാപ്പ ആരുടെ മാർപ്പാപ്പയാ? എന്റെ മാർപ്പാപ്പയാ. നിങ്ങൾ ഇവിടുന്ന് അങ്ങ് അമേരിക്കയിൽ ചെന്നേ, ആ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? പങ്കാളിത്തം ഉണ്ട്. നിങ്ങളോട് ഇറങ്ങിപ്പോ ഒരാൾക്കും പറയാൻ പറ്റില്ല. ആ വിശുദ്ധ ബലിയിൽ അർപ്പിക്കപ്പെടുന്ന തിരുരക്തവും തിരുമാംസവും ആർക്കും കൂടി അവകാശപ്പെട്ടതാ? എനിക്കും കൂടി അവകാശപ്പെട്ടതാ. കത്തോലിക്ക സഭയ്ക്ക് 3000-ലധികം വിശുദ്ധരുണ്ട്. ഇവരൊക്കെ ആരുടെയും കൂടി വിശുദ്ധരാ? എന്റെയും കൂടി വിശുദ്ധരാ. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കുർബാനയുടെ ശക്തി കിട്ടുന്നുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് എത്ര കുർബാനയുടെ ശക്തി കിട്ടുന്നുണ്ട്? നിങ്ങൾക്ക് 5 ലക്ഷം വൈദികരുടെ കുർബാനയുടെ ശക്തി. കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കണം കത്തോലിക്ക വൈദികൻ. എന്തെങ്കിലും യാത്രയിലോ രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും 5 ലക്ഷം വൈദികർ അർപ്പിക്കുന്ന ബലിയുടെ യോഗ്യത കിട്ടുന്നവനാരെ? കത്തോലിക്ക വിശ്വാസി. കത്തോലിക്ക വിശ്വാസം. നിങ്ങൾ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കേൾക്കണേ നിങ്ങൾക്ക് അറിയാം, ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാ. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ. അതിലും വലിയ വേറെ എന്ത് ഗ്യാരണ്ടിയാ വേണ്ടത്? 5 ലക്ഷം വിശുദ്ധ കുർബാനയുടെ യോഗ്യത കിട്ടാൻ മാത്രം കെൽപ്പുള്ളവനാരെ? നമ്മള്. നിങ്ങൾക്കറിയാം, ഈ പഞ്ചായത്തില് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഇടവക്കാരെ ചീത്ത പറയാറുണ്ട്. കോഴീന് കൊടുക്കും, തെങ്ങും തൈ കൊടുക്കും, വളം കൊടുക്കും, വിത്ത് കൊടുക്കും, പിന്നെ അല്ലാത്ത അനുകൂലിത സാധനങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ആനുകൂല്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും കിട്ടിയില്ല, എന്നിട്ട് മെമ്പർ എടുത്ത് യുദ്ധം, എനിക്കൊന്നും തന്നില്ല. ഇതിന് അപേക്ഷ കൊടുക്കണം. വീട്ടിലൊന്ന് കോഴീനെ കൊടുത്ത് തരും. നിങ്ങൾക്ക് കട്ടിലുണ്ട് ഈ വയസ്സായവർക്ക്, നിങ്ങൾ ഉമ്മർത്തിരുന്ന് കഴിഞ്ഞാൽ മെമ്പർ നിങ്ങളുടെ വീട്ടിൽ കട്ടിൽ കൊണ്ടുവരും. എഴുതി കൊടുക്കണം. നമ്മൾ ആരാണെന്ന് നമുക്ക് ബോധം വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ചിക്കിയും ജഗഞ്ഞും കൈ നീട്ടിയും യാചിച്ചും നാട്ടിൽ ഈ തട്ടിപ്പുകാരെടുത്ത് മുഴുവൻ പോകുന്നേ. എല്ലാത്തിന്റെയും നാഥൻ ഇവിടെ കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാ. ജീവനുള്ള കർത്താവിന്റെ ശരീരവും രക്തവും സൂക്ഷിക്കപ്പെടുന്ന ഇടയത് സക്രാരി. ഇത്രയും വലിയൊരു അമൂല്യമായ നിധി ഇരുന്നിട്ട് നാട് മുഴുവൻ തെണ്ടി നടക്കുക. അവൻ ഊതിക്കെട്ടും, മറ്റോ ചുരുട്ടിക്കെട്ടും, മറ്റോ നീട്ടിക്കെട്ടും. ഇതിന്റെ പിന്നാലെയാ. അവിടെ കുന്തിരിക്കെടുത്ത് തലയിലിടുന്നു, ഇവിടെ എണ്ണ ഒഴിച്ച് തലയിലിടുന്നു, അവിടെ നിലവിളക്ക് കത്തിക്കുന്നു. എന്തൊക്കെ ബഹളാന്നറിയൂ. ഇതുപോലൊരു ദൈവം. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 4:4 എന്ത് പറയും? നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവത്തെ പോലെ വേറെ ഏത് ജനതയ്ക്ക് ഇങ്ങനെ ഒരു ദൈവം ഉള്ളത്? അത് കത്തോലിക്കിന് മാത്രം അത് മനസ്സിലായിട്ടില്ല. അത്രയും വലിയൊരു സമ്പത്തിന്റെ ഉടമസ്ഥരാ നമ്മള്. അത് കാശിന്റെയോ പള്ളിയുടെ വലിപ്പത്തിലൊന്നും അല്ല, അംഗസംഖ്യയിലും അല്ല, മറിച്ച് കത്തോലിക്ക തിരുസഭയുടെ ആരംഭകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവന്റെ ശരീരത്തിലാണ് ഈ വന്നിരിക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ അംഗങ്ങളാ നമ്മള്. അവന്റെ രക്തവും അവന്റെ മാംസവും പാനം ചെയ്യുന്ന ഒരേ ശരീരത്തിലെ അംഗങ്ങളാ നമ്മള്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ ഒരു മാഹാത്മ്യം എന്താ? അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവത്തിന് നോ പറയാൻ പറ്റാത്തതിന് കാരണം. ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരു ബോധവും ഇല്ല. അതായത് കോടിക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിട്ട് റേഷനറി തിന്ന് ജീവിതം കളയുന്ന കുറെ മണ്ടന്മാര്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ 1 രൂപ 2 രൂപ റേഷനറിക്ക് വാങ്ങി ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കുക. ബാങ്ക് അക്കൗണ്ടിൽ എത്ര എടുക്കുന്നുണ്ട്? ഒരായുസ് തീർത്താൽ തീരാത്ത അത്ര കോടികൾ എടുക്കുക. വിളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുന്നൊരു ദൈവം, എപ്പോ വന്ന് പ്രാർത്ഥിച്ചാലും തുറന്നിട്ടിരിക്കുന്ന ഒരു ദേവാലയം, നിന്റെ കണ്ണീരൊഴുകുമ്പോ അതിനു മുമ്പേ കൃപയൊഴുക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സ്. മിണ്ടാമടന്ന് കേട്ടോ? നിങ്ങള് കേട്ടില്ലെങ്കിൽ കേൾക്കണം. സഭയ്ക്ക് വേണ്ടി നല്ല ആയുസ്സിന്റെ മുഴുവൻ ഭാഗവും കരഞ്ഞും പ്രാർത്ഥിച്ചും ആരാധിച്ചും സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പറ്റം സിസ്റ്റേഴ്സ് താമസിക്കുന്ന മഠത്തിന് പറയുന്നവരാണ് മിണ്ടാമഠം. കേരളത്തിലേക്ക് ഇല്ലേ? നിങ്ങൾ അയച്ചോക്ക്, വേറെ എവിടെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ജനത നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വേറെ എവിടെയുള്ളത്? നിങ്ങൾക്ക് പള്ളിയിലൊരു വികാരിച്ചൻ എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വികാരിച്ചൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു മെത്രാൻ,
അത് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് മെത്രാന്റെ കയ്യിൽ മോതിരിട്ട് കൊടുത്തേക്കണം. എന്തിനാ അതിന് മോതിരിട്ടേക്കണം? മുത്താൻ വേണ്ടി മാത്രം. ആ മെത്രാൻ ആര് വിവാഹം ചെയ്തേക്ക? ആരോട് വിശ്വസ്തതയായിരിക്കണം? ക്രിസ്തുവിനോടും ആ രൂപതയോടും. അതിനാ മെത്രാന്റെ കയ്യിൽ മോതിരം. നിങ്ങളുടെ കയ്യിൽ വിവാഹത്തിന്റെ മോതിരം ഇരിക്കുന്നില്ലേ? എന്തെന്നാ പേര് എഴുതിയേക്കണേ? ഭർത്താവിന്റെ അല്ലെ ഭാര്യയുടെ പേര്. മെത്രാന്റെ കയ്യിൽ മോതിരം ആരുടേതാ? ക്രിസ്തുവിന്റെയും സഭയുടെയും. വിവാഹം ചെയ്തേക്ക്. അതെ, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മെത്രാൻ. ആലോചിച്ച് നോക്കിയേ, ഇതുപോലൊരു വലിയ ജീവിതക്രമമുള്ള ഭയങ്കരമായ ദൈവകൃപ നിറയുന്ന വേറെ ഏത് ഇടമുള്ളത്? എല്ലായിടത്തുള്ളതിനേക്കാൾ വലിയ കൃപ. അതാണ് കത്തോലിക്ക പള്ളികളിലെ ഏറ്റവും വലിയ പ്രത്യേകത. സക്രാരിയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ? ഈശോ ഫുൾ ടൈം നമ്മുടെ കൂടെ ഈ ദേശത്തിന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജനത്തോട് പറയാറുണ്ട്, ഈ സക്രാരിക്ക് മേളിൽ ഒരു കെടാവിളക്ക് വെക്കും. കുർബാന അകത്തുണ്ടെങ്കിൽ ഒരു കെടാവിളക്ക് കത്തിച്ച് വെക്കും. ഞാൻ ആ സക്രാരിയുടെ ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, നിങ്ങൾ ഈ വഴിയെ കൂടെ പോകുമ്പോൾ ഈ ജനലയിലെ ലൈറ്റ് കാണാം, പകലും വൈകുന്നേരമൊക്കെ ആ ലൈറ്റ് കാണാം. ഞാൻ പറഞ്ഞു, ഈശോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. ആ വെളിച്ചം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എന്താ? ഈ ബലിപീഠത്തിന്റെ മുകളില് നിനക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് എൻ്റെ അമ്മ ചെയ്തിരുന്നൊരു പരിപാടി ഉണ്ട്. എൻ്റെ നെറ്റിൽ മുട്ടുകുത്തിച്ച് നെറ്റിയിൽ കുരിശെടുത്തറിയും. മോൻ പോയി വരുന്നവരെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് അറിയാം ഇതിനെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല, ഇത് പ്രാർത്ഥിച്ച് പഠിച്ച് ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ എനിക്ക് മാത്രമല്ല, ഇപ്പൊ കണക്ക് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് കണക്ക് പരീക്ഷ ഞാൻ തലകുത്തി പറഞ്ഞാൽ ജയിക്കാറില്ല. പിന്നെ അങ്ങനെ പരിശുദ്ധാത്മ ഇടപെട്ട് ജയിപ്പിച്ചത് അച്ഛനാക്കണം എന്നുള്ളതുകൊണ്ടാവും. ഏതായാലും എൻ്റെ അമ്മ പറയും, നീ പോയി വരുന്നവരെ ഞാനിവിടെ ഇടും. അത് ശരിക്കും അങ്ങനെയാ. പോയി വരുന്നവരെ അമ്മ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിലിട്ടോ. അങ്ങനെ ഒരു അപ്പൻ നിങ്ങൾക്ക് ഉണ്ടെന്നേ. നിങ്ങൾ എവിടെയൊക്കെ പോകുമ്പോഴും, ഈ ഭൂമിയിൽ എന്തിൻ്റെയൊക്കെ പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു അപ്പൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. അത് കത്തോലിക്കര് മാത്രം കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ്. നിങ്ങള് അപ്പൊ എന്തിന്റെ അംഗമാന്ന് വല്ല ബോധം വന്നിട്ട്? ഇപ്പോ 5 ആളെയും കൊണ്ട് ഒരു മെത്രാൻ ഇറങ്ങി തിരിച്ചപ്പോ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടോ? 5 എണ്ണത്തെയും കൊണ്ട് സഭ തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട്, അന്നത്തെ മാർപ്പാപ്പയ്ക്ക് ചില്ലറ ധൈര്യമൊന്നും പോരാ. ഈ 5 എണ്ണത്തിന് പറ്റൊരു സഭ തുടങ്ങാൻ എന്ത് ധൈര്യം കൊണ്ടിട്ട് അങ്ങേര് യെസ് മൂളിയത്? കാരണം ഇവാനിയോസ് പിതാവിനെ മുണ്ടം മലയെന്ന് പിടിച്ചിറക്കുമ്പോ ആ പിതാവിനോട് ചേർത്ത് പടുത്തുയർത്താൻ വലിയൊരു സഭയെ കർത്താവ് ഒരുക്കിയിരുന്നു. അതിന്റെ പേരാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. 5 എണ്ണത്തിൽ നിന്ന് 5 ലക്ഷത്തിന്റെ പടിവാതിലെത്തി നിൽക്കുമ്പോ അവൻ കണ്ട സ്വപ്നമൊക്കെ ദൈവം നിറവേറ്റി. എന്തുണ്ടായിട്ട്? ആരുണ്ടായിട്ട്? എന്താ കയ്യിലുണ്ടായിരുന്നെന്ന്? അവർ കാഷായ വസ്ത്രം മരക്കുരിശോ? വരെന്തുണ്ടായിരുന്നേ? ഇന്ന് എവിടെ എത്തി നിൽക്കണ സഭ? അത് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് വേറെ അത്ഭുതങ്ങളൊന്നും ചിന്തിക്കണ്ട. നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ച ഇടങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കും. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു അബ്രഹാത്തിന്റെ തന്നെ ജീവിതത്തിൽ അടുത്ത ഇടമാണ്. അബ്രഹാത്തിന്റെ ജീവിതത്തിൽ അടുത്ത ഇടം മോറിയ മലമുകളിലാണ്. സ്വന്തം മോൻ ആറ്റുനോറ്റ് കർത്താവിന്റെ പരിപാടി എങ്ങനെയാണ്? അങ്ങേര് ചെയ്യുന്ന പരിപാടിയൊക്കെ ഭയങ്കര അത്ഭുതമാണ്. നമുക്ക് പിടുത്തം കിട്ടാത്ത പണികളെ കക്ഷി ചെയ്യുള്ളൂ. സാധാരണ ചെയ്തു വെച്ച പണി എന്താണെന്നറിയോ? ഈ മണൽത്തരി പോലെ മക്കളെ തരും. എന്നിട്ട് കൊടുത്ത എത്ര എണ്ണത്തെയാ? ഒരെണ്ണത്തിന്. അതിന്റെ പേരെന്തായിരുന്നു? ഇസഹാക്ക്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇമാതിരി പണിയാ മനുഷ്യനോട് കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ കുഴപ്പമാണോ ദൈവത്തിന്റെ കുഴപ്പമാണോ ഇപ്പൊ പറഞ്ഞ പ്രശ്നം? ഞാൻ മനസ്സിലാക്കുന്നതില്, ദൈവത്തിന്റെ പദ്ധതികൾ ഉൾക്കൊള്ളുന്നതില് എനിക്കുള്ള ലിമിറ്റേഷൻ എന്റെ പ്രശ്നമാണ്. അബ്രഹാത്തിന് പക്ഷെ കുഴപ്പമുണ്ടായില്ല. അബ്രഹാം കിട്ടിയ ഒരെണ്ണത്തിനും കൊണ്ട് നടക്കാം. ഒന്നെങ്കിൽ 19 എണ്ണൊന്നും 80,000 ഒന്നും കിട്ടിയിലും കുഴപ്പമില്ല. ഒരെണ്ണം ഉണ്ടല്ലോ മതി. അതിനും തപ്പിപ്പെറുക്കി അതിനെ പാലും ചോറൊക്കെ കൊടുത്ത് വാവേ ചുഞ്ചിരു എന്നൊക്കെ പറഞ്ഞ് തോളത്തിട്ട് കൊണ്ട് നടക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ അടുത്ത് വിളി. ഇങ്ങനെ വിളിച്ച അബ്രഹാത്തിനെതിരെ പേടിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല ദൈവം കൽപ്പിക്കുന്നത്. ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആ ചെക്കനെയും കൊണ്ടുപോയിട്ട് മോറിയ മലമുകളിൽ നീ എന്ത് ചെയ്യണം? ബലിയർപ്പിക്കണം. അപ്പൊ തിരുവചനം വായിച്ചു നോക്കി അറിയാം, മോറിയ എന്ന് പറയുന്നത് ഇവന്റെ വീണ്ടും തൊട്ടപ്പുറത്തുള്ള മലയല്ല. കാരണം എന്താ? കുറച്ചു ദൂരം നടക്കാനുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാ ഈ മോറിയ മലമുകളിലേക്ക് വിടുന്നേ? ആ വീടിന്റെ പിറകിലോ കുറച്ചപ്പുറത്തൊരു പറമ്പിലോ ബലിയർപ്പിച്ചാ പോരെ? മോനെ കൊന്നർപ്പിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ അങ്ങനെ ഒരു തീരുമാനം കർത്താവ് എടുത്തേക്കണേ? അതായത് മോറിയ മലമുകളിലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് അബ്രഹാം നടന്നെടുക്കുമ്പോ അവിടെ അതിനു മുമ്പേ വളർത്തിയെടുത്തൊരു മുൾമരമുണ്ട്, മുൾ
മുൾച്ചെടിയുണ്ട്. അതിന്റെ ഇടയിൽ കൊമ്പൊടക്കി കിടക്കാൻ തക്ക രീതിയിൽ ഒരാട്ടിൻകുട്ടിയെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവൻ കത്തി ഉയർത്തുമ്പോ ഇവനെ തടയാനായിട്ടൊരു മാലാഖ ദൈവസന്നിധിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രതീക്ഷയ്ക്ക് നേരെ, ഏറ്റവും വലിയ സന്തോഷത്തിന് നേരെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്രയത്തിന് നേരെ ബലിയർപ്പിക്കാനായിട്ട്, കത്തിയോമാനായിട്ട് ദൈവം ആവശ്യപ്പെടുമ്പോ, മുറിച്ചു കളയാൻ ആവശ്യപ്പെടുമ്പോ, ത്യാഗമെടുക്കാൻ ആവശ്യപ്പെടുമ്പോ, ആ കത്തി തടയാനായിട്ട് അതിലും വലിയൊരു പദ്ധതിയുമായിട്ട് എൻ്റെ ദൈവം കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെ മാത്രമേ നടക്കൂ? മോറിയ മലമുകളിൽ നടക്കൂ. കാരണം അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ ഉത്തരത്തെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ഉടക്കിയിട്ടിരിക്കുന്നത്. വേറെ ഏത് മലമുകളിൽ പോയാലും ഇരിപ്പന്നെ ഉണ്ടാവുള്ളൂ. എന്തുണ്ടായാനെ? പോണ വഴിക്ക് അബ്രഹാം തീരുമാനിക്കുക, മോറിയൊക്കെ ബുദ്ധിമുട്ട്, ഇനി വിഷമം. നമുക്കറിയാം ഏറ്റവും വലിയ വിഷമം എന്തെന്നാ? നിങ്ങൾക്കറിയാം, ബ്ലാക്ക് വാറന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതി ഇയാളുടെ മരണം തീരുമാനിച്ചു കൊടുക്കുന്ന വാറന്റിന്റെ പേരാണ് ബ്ലാക്ക് വാറന്റ്, ഡെത്ത് വാറന്റ് എന്നും പറയാം. ഇവരെ പ്രത്യേകം താമസിപ്പിക്കണം. എല്ലാവരും ഡോക്ടർമാർ ചെക്ക് ചെയ്യും, ആരോഗ്യമുണ്ടോ നോക്കും. ഇവരെ തൂക്കം അളന്നിട്ടാണ് കയറ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇതിന്റെ പരീക്ഷണമൊക്കെ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് തൂക്കമല്ലേ ചെയ്യുന്നത്. ചാക്കില് മണലൊക്കെ കെട്ടി തൂക്കാൻ പറ്റുന്ന കയറിലൊക്കെ ഇട്ട് കുറെ പണിയുണ്ട്. അത് ഈ മരണം തീരുമാനിച്ചൊരു 10-15 ദിവസത്തിനകത്താണ് ഈ പരിപാടി നടക്കുക. സത്യത്തിലൊരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ത്? മരണം തീരുമാനിച്ച് അവനെ ജയിലിടുന്നത്. കാരണം എന്താ? ആ ദിവസങ്ങൾ കടന്ന് നിങ്ങളോട് ആലോചിച്ച് നോക്കിയേ. ക്യാൻസർ 4 സ്റ്റേജ് ആ ചേട്ടാ, ഇനി മാക്സിമം 2 ആഴ്ച. നിങ്ങളെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. എന്ത് ദയനീയ. ഞാൻ ആലോചിക്കാറുണ്ട്, അബ്രഹാം ബലിയർപ്പിക്കാൻ കത്തി ഉയർത്തിയതല്ല അബ്രഹാത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം. ഈ ഉള്ളു മുറിയുന്ന, തകർന്നടിയുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രഷ് ചെയ്ത് കളയാവുന്ന ജീവിതത്തിന്റെ വലിയൊരു വാർത്ത പറഞ്ഞിട്ടേ ഈ മനുഷ്യനോട് പറഞ്ഞേക്ക, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വന്നേ മതി എന്ന് പറഞ്ഞൊരു വർത്താനം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ മനുഷ്യൻ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങിയേ, അവന്റെ തൊണ്ടക്കുഴിയിലാണ് ഈ ഭക്ഷണം ഇറങ്ങിപ്പോയിണ്ടാവുക. അവനിത് ആരോടെങ്കിലും പറയാൻ പറ്റൂ? ആകെ പറയാവുന്ന ആള് ഭാര്യ, അവളോട് പറയാവുന്ന വർത്താനാണോ ഇത്? ആരോടെ മനുഷ്യൻ പറയുന്നേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൂടെ നിൽക്കുമ്പോ, നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷയിലേക്ക് ദൈവം കൊണ്ടുപോകുമ്പോ, അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുമ്പോ, ആരോടും പറയാതെ നിന്റെ തലയിണ മാത്രം കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിൽക്കേണ്ട രാത്രികളുണ്ട്. ഒരു അംശവും കാര്യത്തിൽ വേണ്ട, ഉണ്ട്. നീ തന്നെ നടന്നു കയറേണ്ട മോറിയ മലമുകളുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതൊക്കെ നീ ബലിയർപ്പിക്കാൻ തീരുമാനിക്കുന്ന നിമിഷമേ ദൈവം നിന്നെ തുടങ്ങുള്ളൂ. കാരണം എന്താ? അബ്രഹാത്തിന്റെ സ്വപ്നം മുഴുവൻ ഈ ഒറ്റ മോനാ. ഈ ചെക്കനിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. നമ്മൾ അങ്ങനെയല്ലേ? എൻ്റെ മോൻ, എൻ്റെ വാവയാണ് എല്ലാം. എന്നിട്ടോ വാവേനെ, പോത്തിനെ വളർത്തണം. ഞാൻ സാധാരണ കാരണന്മാരോട് പറയാറുണ്ട്, ഈ പന്നീനെ വളർത്തണം, പിള്ളേരെ വളർത്തരുത്. പന്നീന്റെ പ്രത്യേകത എന്താ? പന്നിക്ക് ആകെ 2 ആഗ്രഹമുള്ളത് എന്തെന്നാ? എന്നിട്ടാ വയറ് നിറയെ തിന്നണം. അതിപ്പോ ചീഞ്ഞതോ കുളിച്ചതോ ഒന്നും പ്രശ്നമില്ല, അത് വയറ് നിറയെ തിന്നും. പിന്നെയോ ചെളിയുടെ കയറുന്ന അങ്ങ് ഉരുളണം. ഈ 2 മോഹേ പന്നിക്കുള്ളൂ. പിള്ളേരെ വളർത്തുന്നത് എങ്ങനെ? എന്താ? വാവയ്ക്ക് വയറ് നിറയെ അങ്ങ് കൊടുക്കും, കയ്യിലൊരു ഫോണും കൊടുക്കും. എന്നിട്ടോ പള്ളി പോയി, അയ്യോ വാവ ഒന്ന് ഉറങ്ങിക്കോട്ടെ, ഞായറാഴ്ച അല്ല അച്ഛൻ മുടക്കുള്ളൂ, ഉറങ്ങിക്കോട്ടെ. സൺഡേ സ്കൂളിന് ആ വേണ്ടെന്നേ, ആ വാവയ്ക്ക് അത് ഇഷ്ടമല്ല. ഈ 10, 15, 17 വയസ്സൊക്കെ എത്തിയ പിള്ളേരാണ് ഈ വാവാന്ന് പറയണേ. എന്തെങ്കിലും വിളിച്ചോ, നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ, കുഴപ്പമില്ല. പക്ഷെ പന്നിയെ പോലെ മക്കളെ വളർത്തരുത്. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് ഏതുപോലെയാ? ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവം ആഗ്രഹിച്ചോണാണ്, അവരാഗ്രഹിച്ചോണല്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകട, പിള്ളേരെ ആഗ്രഹിച്ചോണം പിള്ളേരെ വളർത്തും. സൈക്കോളജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞിന് നിന്റെ കയ്യിൽ വെച്ച് തന്നപ്പോ ദൈവത്തിന് ഇവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ചോദിച്ചിട്ടുണ്ട്. ബാക്കി കഥയൊക്കെ മോൻ്റെ സൈക്കോളജിയെ കുറിച്ച്, ചൈൽഡ് സൈക്കോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവന് ട്രോമ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അകത്ത് നെഗറ്റീവ് എനർജി വരും, അതുണ്ടാവാതിരിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല, അതൊരു വലിയ മണ്ടത്തരാ. എനിക്കോ ദാരിദ്ര്യമായിരുന്നു, എൻ്റെ അപ്പൻ എനിക്കൊന്നും തരാൻ പറ്റിയില്ല, പഠിപ്പിക്കാൻ പറ്റിയില്ല, ചോറ് പറ്റിയില്ല, ഡ്രസ്സിന് ഞാൻ കഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എല്ലാം അങ്ങ് കുത്തിക്കയറ്റി കൊടുത്തു. ഇപ്പൊ എന്തായി? പോർക്കിനെ പോലെ ആയിട്ടുണ്ട്, ഒരു വികാരവും ഇല്ല. അങ്ങനെ അങ്ങ് തിന്നുക, കിടന്നുറങ്ങുക, കുറച്ച് തെണ്ടാൻ പോവുക, തിരിച്ചു വരിക, ഗെയിം കളിക്കുക. ഞാൻ എൻ്റെ കുറച്ച് പിള്ളേരെയും കൊണ്ട് ടൂർ പോയി. ഞാൻ രാത്രി ആയപ്പോൾ ഒരു
10:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. കാരണം അന്ന് മുഴുവൻ ഓട്ടപ്പാച്ചിലായിരുന്നു, കുറച്ചധികം പെരുമാറണോ ശവസംസ്കാരമൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവണം. കൊല്ലട, വെട്ടട, ബോംബിടട, ഒളിച്ചിരിക്കാറ്. ഞാൻ പെട്ട് ഞെട്ടി എണീറ്റ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഞെട്ടി എണീറ്റപ്പോ ചേട്ടന്മാര് ഗെയിം കളിക്കുന്നതാ. അപ്പൊ 12 മണിയൊക്കെ ആയപ്പോ ഞാൻ പറഞ്ഞടാ പോയി കിടന്ന് ഉറങ്ങടാ ഞങ്ങൾക്കതൊക്കെ ശീല. ഞാൻ 2 മണിക്ക് എണീറ്റ് ചായ കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. 3 മണി 4 മണി ആയപ്പോ സ്ഥലത്തെത്തിയപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. 6 മണി ആയപ്പോ എല്ലാം ഓഫായി. ഈ ജീവികള് മനുഷ്യനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇപ്പൊ വവ്വാലിന്റെ ജന്മ, പകല് മുഴുവൻ തീറ്റി പുറക്കും, തീറ്റാൻ ഇറങ്ങണത് വിശക്കുമ്പോഴാണ്. രാത്രി മുഴുവൻ ഉണർന്നിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചോ? വൈകുന്നേരം മുഴുവൻ യുദ്ധം. എന്നിട്ട് കാലത്തെ എണീറ്റിട്ട് കണ്ണും മിഴിക്കില്ല, അതും മിഴിക്കില്ല. 11 മണിയാകുമ്പോൾ എണീറ്റ് വരും. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. വാവ് ഉറങ്ങി, വയറു നേരം ഇറങ്ങി. എവിടം വരെ പോകുന്നു നിങ്ങൾ കണ്ടോ? പറ്റണതിന് കണ്ണിന് പറ്റാണ്ടായി തുടങ്ങിയിട്ട് ഓർമ്മയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് ഇത്തിരി ഉറങ്ങിയാലല്ലേ മനുഷ്യന്റെ തലച്ചോറൊന്ന് പ്രവർത്തിക്കുള്ളൂ. രാത്രി ഉറങ്ങേണ്ടത് പകൽ ഉറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഷിഫ്റ്റ് തെറ്റി തുടങ്ങി. പിള്ളേരൊക്കെ വവ്വാലിന്റെ ജന്മങ്ങളാ. വൈകുന്നേരം ആയാലേ ബോധം ഉദിക്കുള്ളൂ. പകല് മുഴുവൻ തൂങ്ങിക്കിടക്കും. കട്ടിലില്ലാന്ന് മാത്രം, കരിങ്കമ്പീമ്പ് ഇല്ലാന്നൊരു വ്യത്യാസമുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മക്കളെ പന്നിയെ പോലെയല്ല വളർത്തേണ്ടത്, ദൈവം ആഗ്രഹിച്ചതുപോലെ മനുഷ്യ കുഞ്ഞുങ്ങളാക്കി വളർത്തണം കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയില്ല നമ്മളതൊക്കെ തള്ളി അങ്ങോട്ട് ഓർക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങൾക്ക് ആവശ്യത്തിന് ഓർത്താൽ മതി. പണ്ട് ഞാനതിങ്ങനെ കാരുണ്യങ്ങളിൽ അങ്ങനെ വായിച്ചേ, എൻ്റെ ഓർമ്മ അതാ. ഒരച്ഛൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ആകെ പള്ളിയിൽ 2 ആളുള്ളൂ കുർബാനയ്ക്ക്. അപ്പം അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാനും പ്രസംഗിക്കൊന്നും ഇല്ലെന്ന്. ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ 2 ആളില്ലേ അച്ഛാ, ഞങ്ങൾ ഒരുങ്ങി വന്നില്ല. അച്ഛൻ പ്രസംഗിക്കും. അച്ഛനങ്ങ് ഒരു 3/4 മണിക്കൂർ അങ്ങ് തകർത്തു. കഴിഞ്ഞിറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പറമ്പിലൊരു കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയ 2 കോഴികളൊന്നും പറഞ്ഞിട്ട് 10 കോഴിയുടെ തീറ്റ കുത്തിക്കയറ്റി കൊടുക്കൊന്നുമില്ല, ആവശ്യമുള്ളത് കൊടുക്കുള്ളൂ, ഇതൊക്കെ മര്യാദ വേണമെന്ന് പറഞ്ഞവരൊക്കെ പോയി. ഇതേപോലെയാ എനിക്ക് കിട്ടിയില്ല, ഇനി കിട്ടുന്നത് എൻ്റെ പിള്ളേർക്ക് ഒരെണ്ണമുള്ളൂ, ഒറ്റൊരെണ്ണമുള്ളൂ. അതിനെ അങ്ങ് പരിപോഷിപ്പിച്ച് ഏതാണ്ട് ഈ ലക്കി ബുദ്ധ എന്ന് പറഞ്ഞ സാധനമുണ്ട്, സ്റ്റാച്ചു കണ്ടല്ലേ നിങ്ങൾ, അതുപോലെ ആക്കി വെച്ചേക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കള് നിങ്ങളുടേതല്ല, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച വളർത്ത് അപ്പനും അമ്മയും നിങ്ങൾ വളർത്തിയെടുക്കാൻ നിങ്ങളുടെ കടമ. പള്ളിയെ പോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ വാവ ഉറങ്ങി ഒന്നുകൊണ്ട് പുതപ്പ് കയറ്റിട്ട് കൊടുക്കല്ലേ വേണ്ടേ? ഒന്നും പറ്റിയ ചോറിനെടുത്ത് കൊടുക്കാൻ 2 കൊടുക്കണം. ഇപ്പൊ അതിന്റെ പേര് പോക്സോ കേസ് വരുമെന്ന് അറിയില്ല. നിങ്ങൾക്കല്ലാണ്ട് പിന്നെ ആരൊക്കെ അതിന് അധികാരം? ദൈവത്തോടും ദേവാലയത്തോടും മക്കളെ ചേർത്ത് നിർത്തി വളർത്തുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പുകിലുകൾ നിങ്ങൾ കാണും. കാരണം എന്താ? നിങ്ങൾ പറയണം മോനെ, അപ്പനും അമ്മയും ജീവിതത്തിന്റെ പ്രതിസന്ധികളില് ഇല്ലായ്മകളില് വളർന്നു വന്ന എവിടെന്നാ? ഈ ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട. അപ്പനമ്മയും കണ്ണീര് വാർന്ന ദിവസങ്ങളില്, സ്വപ്നം നഷ്ടപ്പെട്ട ദിവസങ്ങളില്, ജീവിതത്തിനൊരു പ്രതീക്ഷയില്ലാതിരുന്ന ദിവസങ്ങളില് ഇതിനൊക്കെ അതിജീവിച്ച അപ്പനമ്മയും വളർന്ന എവിടുന്നാ? നീ ബലിപീഠത്തിന്ന. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ജീവിതം വഴിമുട്ടുന്ന ദിവസത്തില് ഇരുട്ടിങ്ങനെ പുകമഞ്ഞു പോലെ ഇറങ്ങി വന്ന് ജീവിതത്തിന് ഒരു വഴി കാണാനാവുമ്പോൾ അവരെവിടേക്കോടും? കല്ല്, പുല്ല്, കള്ള്, കയറ്, ട്രെയിന്. എന്നിട്ട് അവർക്ക് അറിഞ്ഞൂടെ എവിടേക്കാ പോണ്ടേന്ന്, എവിടെയാ പോണ്ടേ അറിഞ്ഞൂടെ. അപ്പൊ കൂട്ടുകാരൻ പറയുന്നു ഇതൊരു തരി അങ്ങ് നാവിൻ്റെ അടിയിൽ വെച്ചാൽ നല്ല പ്രശ്നം തരും. 2 ദിവസം കഴിയുമ്പോൾ എവിടേക്ക് പോവും? കയറേ കയറും, ഇല്ലെങ്കിലോ ട്രെയിനിന്റെ മുമ്പേ പോകും. ആരാ കുഴപ്പമുണ്ടാക്കിയത്? നിങ്ങൾ. എടറിപ്പോകുന്നവനെ ചേർത്ത് നിർത്താൻ ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞേ, ചെറുപ്പത്തിൽ തന്നെ അവന് നടക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുക, ബാക്കി അവൻ ദൈവത്തിന്റെ വഴി കൂടെ പോകും. വ്രതം കിട്ടിയോ? അപ്പൊ അതുകൊണ്ട് ഈ മകനെയും കൊണ്ട് മോറിയ മലമുകളിലേക്ക് ചെല്ലുമ്പോ ഈ അബ്രഹാം അനുഭവിച്ച വേദനയുണ്ട്. ആ വേദനയുടെ പേരാണ് വിശ്വാസം. അവൻ അത് മല കയറിത്തീരുന്നതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചങ്ക് പൊടിഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഇവൻ കരയണത് കാണാതിരിക്കാൻ വേണ്ടി ഇവന്റേത് കണ്ണ് തിരിച്ച് നടക്കുമ്പോ എന്റെ വാവ, എന്റെ കുഞ്ഞ്, അവന്റെ ഉള്ളം കയ്യിൽ പിടിച്ച് നടക്കണ എന്റെ കുഞ്ഞ് അവന്റെ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്. അപ്പാ കുഞ്ഞാടെവിടെ? കുഞ്ഞാടാടാ ഈ കയ്യെ പിടിച്ചേക്കണെന്ന് പറയാനായിട്ട് ചങ്കൂറ്റൂല്ലാത്തോണ്ട് എന്ത് പറഞ്ഞു? കർത്താവ് തരുടാ. മോളിൽ ചെല്ലുമ്പോ കർത്താവ് തരും. അകത്ത് ഒരു ഹൃദയം കത്തുന്ന വേദന, ഒരപ്പൻ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദന.
അതും കൊണ്ടും ബലിപീഠത്തിന്റെ മകളിലേക്ക് ചെന്ന് കയ്യും കാലും ഈ പിഞ്ചു കുഞ്ഞിന്റെ കെട്ടിയിട്ട് നിവർത്തി കിടത്തിയിട്ട് വാളുയർത്തുന്ന നിമിഷത്തിലും അബ്രഹാത്തിന് അറിയൊന്നുമില്ല മാലാഖനയക്കുന്നു. അബ്രഹാം ബലിയർപ്പിക്കാൻ വേണ്ടി തന്നെ പോയതാ. പക്ഷെ ദൈവം അവിടെ പദ്ധതി വേറെ വെച്ചേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മോറിയ മലമുകളിലേക്ക് ചെല്ലണം. ഇതാ നിങ്ങളുടെ മോറിയ മലമുകൾ. നിങ്ങളുടെ വീട്ടിലെ കട്ടിലില്ലേ, നിങ്ങളുടെ വീടിന് അകത്തൊരു ഫോട്ടോ വെച്ചിട്ടില്ല, ഈശോ എടുത്തൊരു ഹൃദയത്തിന്റെ ഒരു കുരിശുരൂപം വെച്ചിട്ടില്ലേ, അതാ നിങ്ങളുടെ മോറിയ മലമുകള്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് മുമ്പില് കത്തി ഉയർന്നു നിൽക്കുമ്പോ, സ്വപ്നങ്ങൾ തീർന്നു തുടങ്ങുമ്പോ, ജീവിതത്തിന് ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് മനസ്സിലായി തുടങ്ങുമ്പോ, ദൈവത്തെ കരഞ്ഞു പിടിച്ചിട്ട് മുട്ടുകുത്തുമ്പോ അവന്റെ ദൂതൻ വരും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ബലിവസ്തുവായിട്ട്. അതിന്റെ പേരാണ് മോറിയ മലമുകളിൽ അബ്രഹാം കണ്ടെത്തിയ ദൈവം. അത് മോറിയ മലമുകളിൽ അവന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് ഇത് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരാം. നിനക്കൊരുക്കിയിരിക്കുന്ന ഇടങ്ങളിലാണ് നീ കൃപ സ്വീകരിക്കുന്നത്. നിന്റെ ശുശ്രൂഷകളാവാം, നിന്റെ ജോലി സ്ഥലങ്ങളാവാം, അത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാ. അവിടെ നീ കൃപ പ്രാപിക്കാനായിട്ട് ആരംഭിക്കും. ഇനി നമുക്കറിയാം, ഈ ഇടയ്ക്ക് കാഴ്ച കണ്ടു നിൽക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. ഞങ്ങളിങ്ങനെ ഇന്ന് കാലത്ത് അച്ഛനും ഞാനും കൂടി ഇങ്ങനെ പള്ളി കാണാൻ ഇറങ്ങി. ഞാനാണെങ്കിൽ മുളന്തുരുത്തി പള്ളിയോ അതുപോലെ സുന്നഹോദോസ് നടന്ന ഉദയംപേരൂർ പള്ളിയൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ കാഴ്ച കണ്ട് നടക്കണതിൻ്റെ ഇടയ്ക്ക് ഈ മുളന്തുരുത്തി പള്ളി മദ്ബഹ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട്. അതിൻ്റെ അപ്പോൾ ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ പോരുന്നില്ല. അച്ഛൻ്റെ തിരുപ്പ. എനിക്കാണെങ്കിൽ ഇത് മുഴുവൻ കണ്ടു തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. അച്ഛനതൊക്കെ കണ്ടു മടുത്തിട്ടുള്ളതുകൊണ്ട് അച്ഛനിങ്ങനെ ഇരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് ഞാൻ നമുക്ക് പോകണ്ടേ. അപ്പോഴാണ് അച്ഛൻ ഇറങ്ങി വരുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെയാണ്. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ പോകേണ്ട വഴിയൊക്കെ മറന്ന് അവിടെ അങ്ങ് ഇരിക്കും. ഇത് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വഴിയിൽ കണ്ട് ഇറങ്ങിപ്പോയവരുടെ കഥയാണ് തിരുവചനത്തിൻ്റെ അകത്ത് ലോത്ത് മുതൽ പത്രോസ് വരെ പറയുന്നത്. ലോത്ത് മുതൽ പത്രോസ് വരെ കണ്ട കാഴ്ചകൾക്ക് വേണ്ടി പോകേണ്ട ഇടങ്ങൾ മറന്നു. ദൈവം വിളിച്ച ഇടത്തിലൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. അതിപ്പോ പിള്ളേര് പറയുന്നോണം ഒരു സിറ്റുവേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് വിത്ത് ബെനിഫിറ്റ്, ബെസ്റ്റി, ഇനിയുണ്ട്, ഐറ്റംസ് കുറെ ഉണ്ട്. എന്താന്ന് മനസ്സിലായോ? നമ്മൾ അവിഹിതത്തിന് ഇട്ടേക്കണ ഫ്രീക്ക് പേരാണ് ഏത് ഈ പറഞ്ഞതൊക്കെ. എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന അവിശ്വസ്തതയ്ക്ക് ഇട്ടേക്കണ പേരാണെന്ത്? ബെസ്റ്റി. ഭർത്താവിനോളം സ്ഥാനമുള്ള ആരും ഭൂമിയിൽ വേറെ ഇല്ല. നിന്റെ ഭാര്യയോളം നിനക്ക് സ്ഥാനം കൊടുക്കാവുന്ന ഒരു സ്ത്രീ ഭൂമിയിൽ വേറെ ആരും ഇല്ല. എന്തായെന്നറിയോ? കാണാൻ കൗതുകമുള്ള ഇടങ്ങളിലേക്ക് ജീവിതം തിരിച്ചു. സാംസനോട് പറഞ്ഞത്, എന്റെ ബലിപീഠത്തിലെ പോലെ വിശുദ്ധമായിരിക്കണം നീ. നിന്നെ വിളിച്ചേക്കണ ഇന്ന സ്ഥലത്തേക്കാ, ദൈവജനത്തോടു കൂടി ആയിരിക്കാനാ. പക്ഷേ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട്, അഴകുള്ളത് കൊണ്ട്, കണ്ണിന് ഇമ്പമുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ അകത്ത് സകല മ്ലേച്ഛതകളിലേക്ക് തിരിഞ്ഞപ്പോ ജീവിതത്തിന്റെ ആണിക്കല്ല് ദൈവം ഊരിക്കളഞ്ഞു. തിരുവചനം അവനെ കുറിച്ച് പറഞ്ഞു വെക്കും, ആത്മാവ് അവനെ വിട്ടുപോയി, അതവൻ അറിഞ്ഞില്ല. ദൈവം വിചാരിക്കാത്തിടങ്ങളിലേക്ക്, ദൈവം വിഭാവനം ചെയ്യാത്തിടങ്ങളിലേക്ക്, ദൈവം നിങ്ങളെ പ്രതീക്ഷിക്കാത്തിടങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ആദ്യത്തെ അപകടമാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകും. അതുകൊണ്ടാണ് ഡാനിയേൽ അച്ഛൻ ഇടയ്ക്ക് പറയാറില്ലേ, അബ്രഹാത്തിനെ വിളിച്ചു പോണോടത്ത് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറയാൻ കൊള്ളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ ഇത് എന്ത് നല്ല സ്ഥലം, എവിടെ താമസിച്ചോ? അപ്പൊ അബ്രഹാം അവിടെ താമസിച്ചു. അവൻ്റെ അപ്പം മരിച്ചതിന് ശേഷം പിന്നെ ദൈവം എന്ത് ചെയ്തോളൂ? ശരിക്കുള്ള സ്ഥലത്ത് കൊണ്ടുപോയത്. കാരണം എന്താ? കാണാൻ ഇടമുള്ളിടത്ത്, ഭംഗിയുള്ളിടത്ത് അവൻ അങ്ങ് നിൽക്കാൻ തീരുമാനിച്ചപ്പോ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഇടപെടല് നിന്നുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഇപ്പൊ ഇടപെടുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ കരബലം പ്രകടമാകുന്നില്ലെങ്കിൽ എന്താ കാരണം? അതിന് ദൈവം ആഗ്രഹിച്ച ഇടങ്ങളിലല്ല നിൽക്കുന്നത്. നിന്റെ കണ്ണിന് കൗതുകരവും കാതിന് ഇമ്പകരവും നാവിന് രുചികരവുമായ ഇടങ്ങളിലാണ് നീ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത്. അത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതല്ലെന്ന് മാത്രമല്ല, നിനക്ക് ശാപമായി തീരാൻ തക്ക രീതിയില്, അവന്റെ ആത്മാവ് വിട്ടുപോകാൻ തക്ക രീതിയില് ഉള്ള ഇടങ്ങളിലാണ്. അത് ചിലപ്പോൾ തെറ്റായ ബന്ധങ്ങളാവാം,
നിന്റെ ബിസിനസ്സിൽ നീ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളാകാം, നിന്റെ തെറ്റായ സൗഹൃദങ്ങളാവാം. മദ്യപാനത്തിലേക്ക് നയിക്കുന്നതാണ് നിന്റെ സുഹൃത്ത് ബന്ധമെങ്കിൽ അതിനെ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നീ നിൽക്കുന്നത് ദ റോങ് പ്ലേസ്. നീ കൃപ കൊണ്ട് നിറയില്ല. എന്ത് ചെയ്താലും നീ കൃപ കൊണ്ട് നിറയില്ല. അതിനെ വിടുക തന്നെ വേണം, ഉപേക്ഷിച്ചേ പറ്റൂ. നമ്മൾ വിചാരിച്ചേക്കണം ഇവനാണ് എന്നെ സഹായിക്കപ്പെടുന്നത്. അല്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് തിന്മയ്ക്ക് കൂട്ടുകൂടുന്നത് ആരായാലും അവൻ നിനക്ക് ജീവിതാവസാനം വരെ പാരയാകുന്നല്ലാതെ തലവേദനയാകുന്നല്ലാതെ കൃപയായി മാറില്ല. ഒരു സംശയ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് വരുന്ന ആളുണ്ട് യോന. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം യോനയോട് പറഞ്ഞു, പോയിട്ട് അവരോട് പറ സ്വഭാവം ഒന്നും ശരിയില്ല, നന്നാക്കണം. യോന പറഞ്ഞു, നീ ഇതൊക്കെ പറയും, ഞാൻ പോയി പറയും, അവന്മാര് മാനസാന്തരപ്പെടും, നീ അവരെ രക്ഷിക്കും. ഞാൻ തന്നെ പോണേ, നീ രക്ഷിച്ചോ. യോന കപ്പൽ കയറി, താർശീഷിലേക്ക് കപ്പൽ കയറി. ഇടയിൽ വെച്ച് കപ്പൽ കുലുങ്ങുന്നു, സ്രാവ് വരുന്നു, തിമിംഗലം വരുന്നു. സോറി, സ്രാവല്ല, തിമിംഗലം. സ്രാവണെങ്കിൽ ഇപ്പൊ പൊടി പോലും ബാക്കിണ്ടാവില്ല. തിമിംഗലം വരുന്നു, കപ്പലിൽ നിന്നെടുത്ത് താഴേക്ക് ഇടുന്നു, വെട്ടി വിഴുങ്ങുന്നു, ഛർദിക്കുന്നു. എങ്ങനെയുണ്ട്? എന്താ പ്രശ്നം? കപ്പലാടി ഒലിഞ്ഞതിന്റെ കാരണം ആരാ? യോന. നറുക്കിട്ട് പാര പേരെ വീണ യോന. ചില കുടുംബങ്ങൾ ആടി ഒലയുന്നതിന്റെ പിന്നില് ചിലതിനൊക്കെ എടുത്ത് കടലിലേക്ക് എറിയുന്ന നേരായിട്ടുണ്ട്. ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നമ്മൾ വീടിൻ്റെ അകത്ത് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, കുടുംബജീവിതം ഇങ്ങനെ കലുഷിതമാകുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു വിജയവും ഇല്ലെങ്കിൽ, ഏതൊക്കെയോ ചില പേജുകള്, ഏതൊക്കെയോ ചില വ്യക്തികള്, ഏതൊക്കെയോ ചില ചിരികള്, ബന്ധങ്ങള് ഞാൻ എന്ത് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്? കടലിലേക്ക് എറിയണം. അപ്പൊ അത് ചിന്തിച്ചാൽ മതി. കുടുംബത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അവന്റെയും അവളുടെയും അയൽപ്പക്കാരൻ കൂടോത്രം ചെയ്തോ, മറ്റൊരിക്ക് മന്ത്രവാദം ചെയ്തതാണോ, ഇവൻ ശുദ്രം ചെയ്തതാണോ, മറ്റവൻ തകിട് കെട്ടിയതാണോ, കോഴിമുട്ട കുഴിച്ചിട്ടാണോ നോക്കണ്ട. ആദ്യം ചെയ്ത പരിപാടി എന്താ? ദൈവമേ, ഈ കപ്പലാടി ഉലയാനായിട്ട് കാരണക്കാരൻ ഞാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ദൈവം ആഗ്രഹിക്കാത്തതൊക്കെ എവിടേക്ക് എടുത്തിടണം? കടലിലേക്ക് എറിയണം. മനസ്സിലായോ? അല്ലെങ്കിൽ അവസാനം ദൈവം എന്ത് ചെയ്യും? ആ കുടുംബം രക്ഷിക്കാൻ വേണ്ടി നിന്നെ എന്നെ എടുത്ത് കടലിലേക്ക് എറിയും. എപ്പോഴും യോനാക്കി വന്നോളൊരു തിമിംഗലം വരുന്നു വിചാരിച്ചിരിക്കണ്ട കേട്ടോ. ചിലതൊക്കെ അന്ന് പോയ പോക്കാ. ചില കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളുടെ ഈ തൃശ്ശൂർ ഭാഗത്ത് ഹിന്ദുക്കൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് കർക്കടകരാവിനെ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ആ സമയം ഒരു പൊട്ടനെയും പൊട്ടീനും പുറത്ത് കളയുന്ന ഒരു പരിപാടി ഉണ്ട്. വീടൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി പൊടിയൊക്കെ എടുത്ത് വരെ എവിടെയോ കൊണ്ട് കളയും. ഒരു ആചാരമാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇടയ്ക്ക് നമ്മുടെ കുടുംബത്തും ജീവിതത്തിൽ ചില പൊട്ടനും പൊട്ടീനെയൊക്കെ പുറത്ത് കളയണം. ചിലതൊക്കെ അടിച്ചു ഒരു വൃത്തിയാക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ നോമ്പുകാലം അതിനുള്ളതാ. ഇൻസ്റ്റാഗ്രാം. ഞാനിപ്പോൾ ഇതിലെ സൗഹൃദം മാത്രമുള്ളൂ. എവിടം വരെ? എൻ്റെ ഉദ്ദേശം എന്താന്നൊക്കെ നമ്മളോട് ചോദിക്കണം. ഞാനിപ്പോൾ ഈ കച്ചവടത്തിൽ ഇപ്പൊ 2 നോണ പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? കച്ചവടം നടക്കാനല്ലേ? നീ മുഖാന്തരം ആ സമ്പത്ത് നിന്റെ കുടുംബത്തിന് ശാപമായി തീരും. ഞാനിപ്പോ വെള്ളടിക്കില്ല എന്ന് വെച്ചിട്ട് എനിക്ക് പിള്ളേരെ ഞാനിപ്പോ അവരോട് മദ്യപിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശത്രുവും. പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നീ മുഖാന്തരം ആ കപ്പല് ദൈവം ആടി ഒലയ്ക്കും. ഉറപ്പ്. പുറത്ത് കളയണം. ദൈവഹിതമല്ലാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് പുറത്ത് കളയണം. കപ്പല് ശാന്തവും. കടലിലെ തിരമാല ഒന്ന് അലയ്ക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ബോധ്യം നിങ്ങളുടെ അകത്തുനിന്ന് അറിയട്ടെ. ഒരു ചിന്ത നിങ്ങളുടെ അകത്തുനിന്ന് അറിയട്ടെ. ദൈവം ആഗ്രഹിക്കാത്തിടങ്ങളില് യോന ചെന്നപ്പോ യോനയ്ക്ക് മാത്രമല്ല, യോന ഇരുന്ന ഇടങ്ങൾ പോലും തലവേദനയാണ്. അപ്പോ നീ ഇരുന്നിട്ട് വൈകുന്നേരം ചിന്തിച്ചു നോക്കുക, ദൈവമേ, ഞാനിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനം ഇല്ലാത്തതിന്റെ കാരണം ഞാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് തിരിച്ചു പോകണം. ഞാൻ ആഗ്രഹിച്ചിടത്തല്ല, ദൈവം ആഗ്രഹിച്ച ഇടങ്ങളിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്ത് വരും? ഈ മാറ്റം കടന്നു വരാൻ, ശാന്തത അനുഭവിക്കും. എന്നിട്ട് യോന അവിടെ എത്തി. സംഗതി യോന പറഞ്ഞോണ കഥ തീർന്നത് എങ്ങനെയാ? യോന ചെല്ലുന്നു, പ്രസംഗം പറയുന്നു, മാനസാന്തരപ്പെടുന്നു, രക്ഷപ്പെടുന്നു. യോന ദൈവത്തോട് പറഞ്ഞെന്തേ? ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞത് മലയാളത്തില്. ഇപ്പൊ എന്തായി? ഞാൻ വന്ന് പ്രസംഗിച്ച അവന്മാര് നന്നായി, ദൈവം നീ വെറുതെ വിട്ടു. സത്യത്തിൽ യോന ആഗ്രഹിച്ചത് എന്താ? യോന ഇങ്ങനെ വന്നിരിക്കുന്നു. തൃശ്ശൂരം വെടിക്കെട്ടില്ലേ? നിങ്ങള് കണ്ടിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും പോയി കണ്ടോ? നല്ലതാ. വെടിക്കെട്ടിന് ഇരിക്കുന്നോണം. നമ്മൾ 4 നിലയിൽ മുകളിൽ കയറിയിരിക്കുന്നു. ദൈവം മുകളിൽ നിന്ന് ആകാശം തുറക്കുന്നു, അഗ്നി വീഴ്ത്തുന്നു, ഡും 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 3-4 ബോംബിട്ടു. ഇപ്പൊ ഇറാനിൽ സംഭവിക്കുന്നോണം. ചടപട തീരുന്നു. സന്തോഷമായി. എങ്ങനെയുണ്ട്? എന്നിട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, കണ്ടറാ, ഞാൻ പറഞ്ഞ കേട്ടി എല്ലാത്തിന്റെ അവസ്ഥ ഇതാവും. ഇതാണ് യോനയുടെ പ്ലാൻ. ദൈവത്തിന്റെ പ്ലാനോ?
അതിനാണ് എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായത്തില് 38-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറയും, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്കല്ല, മുന്നേറി രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മളെ ദൈവം കൂട്ടിയിരിക്കുന്നത്. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല. പ്രിയപ്പെട്ടവരെ, ഒരു ബോധ്യം നമ്മുടെ അകത്ത് നിറയണം. ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പിന്തിരിയാൻ, ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിയാൻ, ദൈവം ആഗ്രഹിക്കാത്ത കച്ചവടങ്ങളിൽ നിന്ന്, നുണകളിൽ നിന്ന്, തെറ്റായ ജീവിത രീതികളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ആസക്തികളിൽ നിന്ന്, ലഹരികളിൽ നിന്ന്. എന്തിനാ ഈ നുണ പോലും? നമ്മൾ പറയില്ലേ, നുണ വല്ല കുഴപ്പമുള്ള പാപാണോ? ആണോ? ഇങ്ങനെ നുണ കുഴപ്പമുള്ള പാപാണേ? ഒരു നുണ പറഞ്ഞിട്ട് എന്നിട്ടോ കുഴപ്പം? അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ വൃത്തിയായിട്ട് പഴഞ്ചൊല്ലുണ്ട് ഇതിനൊക്കെ സാധൂകരിക്കാൻ. 100 നുണ പറഞ്ഞൊരു കല്യാണം നടത്താൻ ഇവിടെ ഇല്ല അല്ലേ? എന്നാൽ തൃശ്ശൂർ ഭാഗത്തുണ്ട് 100 നുണ പറഞ്ഞൊരു കല്യാണം നടത്താന്ന്. ഈ നുണയുടെ പ്രശ്നം എന്താണെന്നറിയോ? എന്താ? കർത്താവ് പിശാചിനെ വിളിച്ച ഏക പേരെന്തെന്നാ? പിശാചിനെ കർത്താവ് ഒരു പേര് വിളിച്ചിട്ടുണ്ട്, യേശു പുതിയ നിയമത്തിൽ എന്തെന്നാ? അവൻ നുണയനും നുണയുടെ പിതാവും എന്നാണ്. ഇല്ല, കേട്ടല്ലേ? അങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട്. നുണയനും അവൻ നുണയുടെ പിതാവും. നുണയനും നുണയുടെ പിതാവുമായി ഒരുത്തരുണ്ട്, അവന്റെ പേര് പിശാചെന്ന. നുണ പറയുമ്പോൾ അവൻ ആരെ പോലെ പ്രവർത്തിക്കുന്നു? അവന്റെ പിതാവിനെ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ ആരായിട്ട് വരും? മക്കളായിട്ട് വരും. ആരുടെ? പിശാചിന്റെ. അപ്പൊ നന്നായിട്ട് നല്ല നല്ല മൂത്ത പുത്രൻ അവൻ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് അങ്ങ് നുണ പറഞ്ഞാൽ. അത് ഭയങ്കര തഴക്കദോഷം. അതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാവിന്റെ അഭിഷേകം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ധർമ്മയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ, വിലകെട്ടോ പറയാതിരുന്നാൽ നിന്റെ നാവ് എന്റേതുപോലെയാകും. അഭിഷേകമുള്ള നാവും. ചിലപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടതിന്റെ ഒരു കാരണത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പിന്തിരിയാം. ഇടം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെ മാത്രമല്ല, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകള്, ആയിരിക്കുന്ന ജീവിതങ്ങള്, ആയിരിക്കുന്ന ഇടങ്ങള്, ആയിരിക്കുന്ന വ്യക്തിബന്ധങ്ങള്, ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്നൊരു ചോദ്യം കൊണ്ടുവയ്ക്കണം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് മലങ്കര സഭയെ കുറിച്ചാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇനി ഒരുപാട് എത്ര അവസരം കിട്ടിയാലും എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ അംഗമായി എന്നുള്ളതാണ്. എൻ്റെ കാരണം എന്താണെന്നറിയോ? വലിയൊരു കാരണമുണ്ട്. കാരണം ഇതുപോലൊരു സഭ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇതുപോലൊരു സഭ. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സഭയെ കുറിച്ച് മനുഷ്യൻ കണ്ട സ്വപ്നങ്ങളൊന്നുമല്ല അത്.